നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. മൂന്നാം മോദി സർക്കാരിൻ്റെ രണ്ടാം ബഡ്ജറ്റ് കേരളം വിലയിരുത്തുകയാണ്. ബജറ്റിൽ നിരാശയാണ് സംസ്ഥാന ധനമന്ത്രി പ്രകടിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ബജറ്റ് യഥാർത്ഥത്തിൽ കേരളത്തെ മറന്നു? എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ പങ്കുവയ്ക്കാം. ഒപ്പം പ്രത്യേകിച്ച് ഈ നികുതി അതുപോലുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കൂടുതലായും ഇന്ന് പൊതുവേദിയിൽ അഭിപ്രായം പങ്കുവയ്ക്കും എന്ന് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ കോഴിക്കോട് നിന്ന് ശ്രീ കുഞ്ഞഹമ്മദാണ്. ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് ചുരുങ്ങിയ വാക്കുകളിൽ ഈ ബഡ്ജറ്റിനെ വിലയിരുത്തുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ഇന്ത്യൻ ടാക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ 2% ആളെ കാര്യമായി പറയുന്നത്. ഈ പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളിയൊക്കെ ഒരു 10 റുപ്യ ഗവൺമെന്റ് കൂട്ടിയിട്ടുണ്ട്. അത് ചർച്ച ചെയ്യാൻ ആരെയും കിട്ടില്ല. നേരം പിടിപ്പം തുടങ്ങി ടാക്സിന്റെ കാര്യം പറഞ്ഞു. ശരി. രണ്ടാമത്തെ പറയുകയാണെന്നാണ് വയനാട്ടിൽ ഈ പാവങ്ങൾക്ക് കണ്ണീരൊപ്പൽ ഒരു പദ്ധതിയില്ല. ഇത്രയും വരെ ദുരിതം നടന്നിട്ട് അത് ചർച്ച ചെയ്യാൻ ആരുമില്ല. ഇത് വല്ലാതെ കഷ്ടമുള്ള കാര്യം തന്നെ. ഏറ്റവും കൂടുതൽ പട്ടിണി വരം നടക്കുന്ന സ്ഥലം ഇന്ത്യ. ശരി, വ്യക്തമാണ് താങ്കളുടെ വേറെ ഒരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. ശ്രീ ദിവാകരന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾ എങ്ങനെ ഈ ബജറ്റിനെ വിലയിരുത്തുന്നു? സാറേ, ഞാൻ ദിവാകരൻ തലശ്ശേരി. മോസ്റ്റ് വെൽക്കം സാറേ. അത് ഇപ്പൊ ഈ ക്ഷേമ പെൻഷൻ ഇല്ല, തൊഴിലുറപ്പ് അല്ല, ഓൾഡ് ഏജുള്ള കൂട്ടർക്കും പിന്നെ ഡിസേബിൾഡ് പൂർ ടയർഡ് കൂട്ടർക്കുള്ള ക്ഷേമ പെൻഷൻ ഒരു 5000 ഉറുപ്പ്യെങ്കിലും ആക്കണം. കാരണം ഈ 1600 ഒരു ദിവസം 30-40 ഉറുപ്പ്യ 53 ചില്ലാണ് ഒരു ദിവസം ഒരാൾക്ക് ഭക്ഷണത്തിന്, രോഗ ചികിത്സക്ക്, പിന്നെ ചായ, പിന്നെ വൈകുന്നേരം രാവിലെയും പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയാ ഒരു 50 ഉറുപ്പ്യക്കല്ല ആകുക? ഒരു 5000 മിനിമം തരണ്ടേ? നമ്മള് ഓൾഡ് 60 വയസ്സിന് മേற்பട്ടുള്ള കൂട്ടർ ആകെ ടയേർഡ് ആയിട്ടില്ല. അതായത് ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും ടയേർഡല്ലേ. ഓർക്ക് നയിക്കാനും കഴിയൂല, ഒരു ജോലി ചെയ്യാനും കഴിയൂല. അതുമല്ല, മന്തിന്റെ ലാസ്റ്റ് അല്ല കൊടുക്കണ്ട, ഫസ്റ്റാ കൊടുക്കണ്ട്. പിന്നെ എന്തെങ്കിലും സെറിമണി എല്ലാം വരുമ്പോ അത് മുൻകൂട്ടി 2 മാസം ബാലൻസ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അത് ഈ ബജറ്റിന്റെ ഭാഗമാണോ എന്ന് എനിക്ക് അറിയില്ല. താങ്കൾ പറയുന്ന കാര്യം ഞാൻ അതിൽ തർക്കിച്ചില്ലെന്നേ ഉള്ളൂ. നമ്മുടെ അടുത്ത കോളർ ഷാജി. ഹലോ, നമസ്കാരം. മൻസാറല്ലയോ? അതെ അതെ, നമസ്കാരം. നമസ്കാരം സാറേ, ഞാൻ ഇവിടെ ഇല്ല, പുറത്താണ്. എന്നാലും ഞാൻ വിളിച്ചു. ഞാൻ ഷൂട്ടിങ്ങിന്റെ സ്ഥലത്ത് നിൽക്കുക. എവിടെയാ? ഞാൻ പെരുതാടെന്ന് പറഞ്ഞ സ്ഥലത്ത്, ഷൂട്ടിങ്ങിന്റെ സ്ഥലത്ത് നിൽക്കുക. അത് ശരി. ഏതായാലും നമ്മള് ഷൂട്ടിങ്ങിന്റെ തിരക്കിനിടയിൽ നമ്മളെ പൊതുവേദി ഓർത്തല്ലോ, വളരെ സന്തോഷം ഷാജി. ഞാൻ മിക്കവാറും വിളിക്കാറുണ്ട്. പിന്നെ എനിക്കറിയാം, എനിക്കറിയാവുന്ന ആളല്ലേ. ഓക്കെ സാർ, എന്തോ ബഡ്ജറ്റ് ഇല്ലയോ? ഓക്കെ, എന്തുവാ കേന്ദ്ര ബഡ്ജറ്റ് ചെയ്തേ? ഒന്ന് നോക്കിയിട്ട് എന്നെ തിരിച്ചു വിളിക്കാം, ഞാൻ അതിലേക്ക് വരാം. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നു. അനിയൻ കുഞ്ഞ്, മൊയ്തീൻ കുഞ്ഞ്. ഹലോ, നമസ്കാരം. നമസ്കാരം. അപ്പൊ എനിക്ക് മനുവിനോടൊരു കാര്യം അങ്ങോട്ടൊന്ന് ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. മനുവിന് പ്രതിമാസം കഷ്ടിച്ചൊരു 25,000-30,000 രൂപയിൽ കൂടുതൽ ശമ്പളം കിട്ടാറുണ്ടോ? ശമ്പളം പുറത്തു പറയാൻ പാടില്ല. നെവർ ആസ്ക് എ മാൻ ഹിസ് ഏജ്, എ വുമൺ ഹെർ ഏജ് ആൻഡ് എ വുമൺ ഹെർ നെവർ ആസ്ക് എ മാൻ ഹിസ് വേജ്, എ വുമൺ ഹെർ ഏജ് ആൻഡ് എ ബുക്ക് ഇറ്റ്സ് പേജ് എന്നാണ്. ഒരു പുസ്തകത്തോട് അതിന്റെ പേജും ഒരു പുരുഷനോട് അവന്റെ ശമ്പളവും ഒരു സ്ത്രീയോട് അവരുടെ വയസ്സും ചോദിക്കരുത് എന്നാണ് പ്രമാണം. ഞാനൊരു ഉദാഹരണം ചോദിച്ചാൽ, ഒരു തൊഴിലാളി ഒരു കൂലിവേഷത്തിന് കഷ്ടിച്ച് ഒരു മാസത്തിൽ 15 ദിവസം ജോലി കിട്ടത്തുള്ളൂ. അവന് ഒരു 1000 രൂപ ശമ്പളം കൂട്ടിക്കോ ഒരു ദിവസം, അവന് കിട്ടുന്ന 15,000 രൂപയാണ്. അവൻ എങ്ങനെ ജീവിക്കും? 20 ദിവസം ജോലി ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു മാസത്തിലെ കാര്യമാണ് പറയണേ. ഒരു മാസം 20 ദിവസം ജോലി ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് 1,00,000 രൂപ കിട്ടുന്ന ആ ഒരു വ്യക്തിയുടെ ജീവിതവും ഈ സാധാരണക്കാരായ ഏതാണ്ട് 90% ജനങ്ങളുടെ ജീവിതവുമായിട്ട് താരതമ്യപ്പെടുത്താൻ ഒക്കുവോ? ഈ ജനങ്ങൾക്ക് എന്ത് ചെയ്ത് ഈ സർക്കാർ? അല്ല, അത് ഞാനിപ്പോ അതിനെ അനുകൂലിച്ച് പറയല്ല. ഇവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആളുകളുടെ കയ്യിൽ, സർക്കാർ ജീവനക്കാർ, ശമ്പളക്കാർ, അവരുടെ കയ്യിൽ പൈസ കൂടുതൽ വരുമ്പോൾ
അവർ സ്വാഭാവികമായും വിപണിയിലേക്ക് ഇറങ്ങി അവർ ഡ്രസ്സും മറ്റ് മൊബൈൽ ഫോണും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ കൂടുതൽ മൊബൈൽ ഫോണുകൾ, ഡ്രസ്സുകൾ, അതുപോലെ റെസ്റ്റോറൻറ്റുകൾ, അവർ വഴിയോരങ്ങളിൽ പോയി ഭക്ഷണം കഴിക്കുന്ന കേന്ദ്രങ്ങൾ, വാഹനങ്ങൾ, ഇതൊക്കെ ബൂസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷ. അതാണ് അതിലെ കാര്യം, അത്രയേ ഉള്ളൂ. അവരുടെ പ്രതീക്ഷ. പക്ഷേ ഈ തൊഴിലാളികളായ ഈ അപ്പൊ അങ്ങനെ വരുമ്പോ ഇതൊക്കെ ഉണ്ടാക്കുന്ന മേഖലയിൽ കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടും. അത് തൊഴിലാളികളുടെ നേരെ മറിച്ച് 1 ലിറ്റർ പെട്രോളിന്റെ പുറത്ത് 10 രൂപ കാശ് കുറച്ചായിരുന്നെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രയോജനം. അത് ശരിയാ, ശരിയാണോ? ഈ 90% ജനങ്ങൾക്ക് കൂടുതൽ ഈ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകളാ, കൂലിവേലക്കാരാ. വീണ്ടും കൊണ്ടുവന്ന് ഈ സാമ്പത്തികം ഉള്ളവർക്ക് കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുക ഈ സർക്കാർ ചെയ്തത്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് നമ്മുടെ ധനകാര്യമന്ത്രി പറയാനായിട്ട് ഒന്നും കൊടുത്തില്ലെന്ന്. അതായത് ഇപ്പൊ അതിന് കൊടുത്തേക്കുന്ന ബീഹാറിനാണ്. 2025 ഇലക്ഷൻ നടക്കുന്ന ഒരു സംസ്ഥാനം അതാ ഉള്ളത്. ബാക്കിയുള്ള കേരളമായിരുന്നാലും തമിഴ്നാടായിരുന്നാലും പശ്ചിമ ബംഗാളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങളെല്ലാം 2026 ഇലക്ഷൻ നടക്കുന്നത്. അപ്പൊ അന്നേരത്തെ ബഡ്ജറ്റിൽ കൊണ്ടുവന്ന് അവർക്ക് തോന്നുന്ന ഏതെങ്കിലും സംസ്ഥാനത്തിന് അവർ വാരിക്കൊരു വെച്ചു കൊടുക്കും. നമുക്ക് ഇവിടുത്തെ സംസ്ഥാനത്തിന് ഈ സാമ്പത്തികം കിട്ടി എന്ത് ചെയ്യാൻ? അവർക്ക് പുട്ടരിക്കാനല്ലയോ? ദൂരത്ത് യാതൊരു കുറവില്ലല്ലോ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, ഞാൻ സമ്മതിച്ചു. ഇനി നമ്മുടെ കുറച്ച് പേര് യൂട്യൂബിൽ നമുക്ക് കമൻറ്റുകൾ നൽകുന്നുണ്ട്. അതിൽ ഗോളാന്തരം നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ് എത്തിയിരിക്കുന്നു. ഗോളാന്തരം നമുക്കൊപ്പമുണ്ട്. യാസ് കേൾക്കുന്നു. പുതിയൊരു പ്രേക്ഷകനാണെന്ന് തോന്നുന്നു. ഗ്ലാഡിയേറ്റർ, പ്രബുദ്ധത പുഴുങ്ങി തിന്നാൽ മതി എന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. അപ്പോൾ ഗ്ലാഡിയേറ്റർ കേരളത്തെ പരിഹസിക്കുകയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രജിത്ത് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. കൃഷ്ണദാസ്, എല്ലാ വിഭാഗത്തിനും ഗുണകരമാണ് ബജറ്റ് എന്ന് പറയുന്നു. ഒന്നും കിട്ടിയില്ല എന്ന സ്ഥിരം പല്ലവി കേരളത്തിന് ഉണ്ട് എന്നാണ് പറയുന്നത്. അവിദ് രായ് പറയുന്നത് ഇത് ആരാ എന്നാണ് ചോദിക്കുന്നത്. പ്രതാപൻ പിള്ളൈ, മൊയ്തീന എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല. ഷാജി ഭാസ്കരൻ, കേരളം ഇന്ത്യയിൽ അല്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയേറുന്നു. ഗ്യാസിൻ്റെ സബ്സിഡി ഇപ്പോഴും കൂടി ആകാശത്താണ് എന്ന് പറയുന്നു. ഉജ്വൽ പറയുന്നു കൂലിവേലക്കാരുടെ വീട്ടിൽ ഇപ്പോൾ കാറ് വരെ ഉണ്ട് എന്നതാണ്. അവരും വളരട്ടെ. ഇപ്പോൾ കൂലിവേല എടുക്കുന്നയാൾ കാറ് വാങ്ങിക്കൂടാമെന്നൊന്നും ഇല്ലല്ലോ. അവർക്കിഷ്ടമുള്ള സാധനങ്ങൾ അവരും വാങ്ങിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രേംദാസ് നായർ എനിക്ക് നമസ്കാരം പറയുന്നു. ഞാനും പ്രേംദാസ് നായർക്ക് നമസ്കാരം പറയുന്നു. യെസ്, അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേർന്ന് പത്തനംതിട്ട അനിയൻകുട്ടനാണ്. ശ്രീ അനിയൻകുട്ടൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ അനിയൻകുട്ടൻ എങ്ങനെയാണ് ഈ ബജറ്റിനെ വിലയിരുത്തുന്നത്? നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒന്നും വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു. കിട്ടിയില്ലേ? അത് ശരി, തിരക്കിപ്പെട്ടു പോയി. സാറ് വന്നു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസമായിട്ട് കിട്ടുന്നില്ല. പിന്നെ വിളിക്കാനും കിട്ടുന്നില്ല. നമ്മുടെ ഇപ്പൊ എന്നാലും നമുക്ക് കാര്യങ്ങളിലേക്ക് ഇറങ്ങാം. ഈ വർഷത്തെ ഈ ബജറ്റ് ഉള്ള പറഞ്ഞാല് നമ്മൾ മുൻ കാര്യങ്ങളിലേ പറഞ്ഞു, ഇതിനകത്ത് വലിയ കാര്യം ഇതെല്ലാം വൻ മുതലാളിമാർക്കും കുത്തുകൾക്കും എന്നുള്ള രീതിയിലേ ഉള്ളൂ. ഇവിടുത്തെ തൊഴിലുറപ്പ് പദ്ധതി കഴിഞ്ഞ ഒരു വർഷം പറയുന്നത് കേട്ടു. തൊഴിലുറപ്പ് മറ്റുള്ള ജോലിക്കാർക്കൊക്കെ ഇവിടെ ശമ്പളമേ ഇല്ല, കൂലിയില്ല. കൂലി ഒരു 500 രൂപയ്ക്ക് ആക്കി കൊടുക്കണമെന്ന് പല കേരളത്തിൽ നിന്നുള്ള എംപിമാരെല്ലാം ആവശ്യപ്പെട്ടിട്ട് പോലും ആ കേന്ദ്ര സർക്കാർ കൂട്ടാനുള്ള ഒരു ധർമ്മം കാണിക്കുന്നത്. ഇപ്പൊ കൂട്ടി തുടങ്ങിയ വഴിക്ക് എത്രയായിരുന്നു? 200 ചില്ലറ കണ്ടായിരുന്നു. ഇപ്പൊ അതെത്രയായി? 300 കണ്ട് അടുത്ത് നിൽക്കുന്നതേ ഉള്ളൂ. താങ്കളുടെ അഭിപ്രായം കുറെ പ്രേക്ഷകർ എന്നുള്ളത് കൊണ്ടാണ് അനിയൻകുട്ടൻ. നമുക്ക് വിശദമായി പിന്നെ ഒരിക്കൽ സംസാരിക്കാം. അദ്വൈത് പറയുന്നു ഞങ്ങളെപ്പോലുള്ള സാലറിയുടെ ആൾക്കാർ ഒരു ആശ്വാസമാണ്. സാലറിയുടെ ആളുകൾക്ക് വലിയ ആശ്വാസമാണ്. ഒരു ശരാശരി 12 ലക്ഷം രൂപ വാർഷികം, അതായത് ഒരു മാസം 1 ലക്ഷം രൂപയൊക്കെ ശമ്പളം കിട്ടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം 80,000 രൂപ അവർക്ക് നികുതി അടക്കണമായിരുന്നു. അത് ഒഴിവായി കിട്ടും. അങ്ങനെ വരുമ്പോൾ അവർക്ക് 13 മാസം ശമ്പളം കിട്ടുന്നു എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. ഓക്കെ. മുരളി 6 പറയുന്നു EPF മിനിമം പെൻഷൻ 7,500 എങ്കിലും ആയിട്ട് ഉറപ്പിക്കാൻ പറ്റണം എന്നാണ്. EPF പെൻഷൻ കിട്ടാത്തവർക്ക് വേറെ ഉറപ്പിക്കാമല്ലോ എന്നും പറയുന്നുണ്ട്. ഓക്കെ. ലിജേഷ് പറയുന്നു നമസ്കാരം ലിജേഷിന് എനിക്കൊരു ചുവന്ന ഹൃദയമൊക്കെ അയച്ചിട്ടുണ്ട്. ലിജേഷ് പീട്ടിക്കും എൻ്റെ ചുവന്ന പനിനീർ പുഷ്പങ്ങളും ഹൃദയവും. അതിഥി തൊഴിലാളികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തേക്കാം എന്നാണ്
പറയുന്നത് ശശിധരൻ പൊതുവാൾ. അല്ല, അതിഥി തൊഴിലാളി ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചുകൊണ്ടൊന്നും നമുക്ക് അത് വലിയ കുറ്റമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. അവർക്കും ലാപ്ടോപ്പ് വാങ്ങിക്കാനൊക്കെയുള്ള എല്ലാ അധികാരമുണ്ട്. കാശുണ്ടെങ്കിൽ അവരും ലാപ്ടോപ്പ് വാങ്ങിക്കണം. പല തൊഴിലാളികളുടെയും മക്കൾ ഞാനിപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്നത് അവരൊക്കെ നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിച്ച് ഉന്നത വിജയമൊക്കെ നേടുന്നു. അതിഥി തൊഴിലാളികളുടെ മക്കൾ. അവർക്ക് സ്വാഭാവിക ലാപ്ടോപ്പിൻ്റെ ഒരു ആവശ്യമുണ്ട്. മൊബൈൽ ഫോൺ വാങ്ങിക്കുന്ന എത്രയോ പേരുണ്ട്. എല്ലാവരുടെ കയ്യിലും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒക്കെ. അതിഥി തൊഴിലാളി സത്യത്തിൽ ഇപ്പം നമ്മുടെ തന്നെ ഒരു തൊഴിലാളിയായി മാറിയിരിക്കുകയാണ്. അല്ല, അതിഥിയെ ഒന്നുമല്ല, അവരും ഈ നാടിൻ്റെ ഭാഗമായി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ അങ്ങനെ തെറ്റിദ്ധരിച്ച് മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ഗോപൻ പറയുന്നു ദൂർത്ത് മാത്രം ഇവർ നടത്തുന്നു എന്ന് പറയുന്നു. സതീഷ് കുമാർ NS പറയുന്നു എല്ലാ ജില്ലകളിലും ക്യാൻസർ സെൻറ്റർ വന്നത് നന്നായി. എല്ലാ ജില്ലകളിലും ഒരു ഡേ കെയർ സെൻറ്റർ വരുന്നുണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ ഇത് അറിയുന്നു. മറ്റു സ്ഥലങ്ങളിൽ എനിക്ക് അത്ര അറിയില്ല. എങ്കിലും ക്യാൻസർ ബാധിതരുടെ എണ്ണം വളരെയധികം കൂടുകയാണ്. പലതരത്തിലുള്ള ക്യാൻസർ വരുന്നു. ക്യാൻസർ വന്ന ആളുകൾ നമുക്കറിയാം അവർ നേരിടുന്നൊരു പ്രയാസം, ആ കുടുംബം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതൊക്കെ ഒരു നല്ല കാര്യം ആയി പറയുന്നു. ശശി മാളിയേക്കൽ പറയുന്നു ആശ്വാസം എന്ന് പറയുന്നു. മുഹമ്മദ് അഷ്റഫ് എനിക്ക് ഹായ് സാർ എന്ന് പറയുന്നു. യെസ്, മുഹമ്മദ് അഷ്റഫിന് എൻ്റെയും നമസ്കാരം. മുഹമ്മദ് അഷ്റഫ് ന്യൂസ് നമ്മുടെ ന്യൂസ് 18 പൊതുവേദിക്കൊപ്പമുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. ഗ്ലാഡിയേറ്റർ പ്രതിപക്ഷത്തെ പെടുത്തി ബഡ്ജറ്റ് എന്ന് പറയുന്നു. മുഹമ്മദ് റോഷൻ പറയുന്നു കേരളത്തിൽ എന്നാണ് മഴ വരിക എന്ന്. എനിക്ക് തോന്നുന്നത് അത് വളരെ സറ്ററിക്കലായി പറഞ്ഞതായിരിക്കും. ഗിരീഷ് പറയുന്നു MSMEക്ക് എന്താ ബഡ്ജറ്റിൽ എന്തുണ്ട് എന്നതാണ്. MSME ഒരു വലിയ പ്രധാനപ്പെട്ട സെക്ടറാണ്. അതായത് ചെറുകിട ഇടത്തര വ്യവസായങ്ങൾ ആണ് ഈ MSME. അത് നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ സംരംഭകർ പിന്നെ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു മേഖലയാണ്. ഒരുപാട് പേർ അതിൽ ഉണ്ട്. കൃഷ്ണദാസ് പറയുന്നു തൊഴിലുറപ്പുകൾ ഇപ്പോൾ 340+6 346 രൂപയാണ് കൂലി കിട്ടുക എന്ന് പറയുന്നു. അത് കൂലി കുറച്ചും കൂടിയൊക്കെ വർദ്ധിപ്പിക്കുന്നത് നല്ലതാണ്. പാവപ്പെട്ട മനുഷ്യർക്കാണല്ലോ കൂടുതലും കിട്ടുന്നത്. ഗോളാന്തരം പറയുന്നു കേരളത്തിൽ കുറേയൊക്കെ കൊടുക്കാമായിരുന്നു ഇവർക്ക് ടൂർ പോകാനും ട്രിപ്പ് അടിക്കാനും വേണ്ടി എന്ന് പറയുന്നു. നസീർ OV പറയുന്നു സാധാരണക്കാരന് വല്ല ഗുണവും ഉണ്ടോ എന്ന്. സാധാരണക്കാരൻ്റെ ഗുണങ്ങളും ഒക്കെ ഇതിൻ്റെ ഭാഗമല്ലേ. ഇപ്പോൾ ഒരു ടൂറിസം വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും വികസനം വരുമ്പോൾ സാധാരണക്കാർക്കുണ്ടാകും. പക്ഷേ അത് എത്ര മതി എത്ര പോരാ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് സാധാരണക്കാർ തന്നെയാണ്. ബിസിനസ്സുകാർക്ക് 12 ലക്ഷം ബെനിഫിറ്റ് കിട്ടിയല്ലോ എന്ന്. ബിസിനസ്സുകാർക്കല്ല അത് എനിക്ക് പറയാനുള്ളത്. അത് ജോലിയെടുത്ത് ജീവനക്കാർക്കാണ് അത് പ്രധാനമായി കിട്ടുന്നത്. വിഷ്ണു പയ്യമ്പള്ളി പറയുന്നു പ്രവാസികൾക്ക് വല്ലതുമുണ്ടോ. പൊതുവേദി ആ ചോദ്യം പ്രധാനമായി ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. കാരണം പ്രവാസികൾ നമ്മുടെ പൊതുവേദിയുടെ ഒരു വലിയ ശക്തിയും കരുത്തുമൊക്കെയാണ്. നമ്മുടെ നാടിൻ്റെ അവരത് ബാക്ക് ബോണാണ്. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ മണി ഓർഡർ എക്കോണമിയുള്ള കേരളം പോലത്തെ രാജ്യങ്ങളിൽ പ്രവാസിയാണ് സത്യത്തിൽ ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നത്. അങ്ങനെയുള്ള ഒരു പ്രവാസിക്ക് എന്തെങ്കിലുമൊക്കെ ഈ ബഡ്ജറ്റിൽ നീക്കി വെച്ചില്ല എന്നത് നമുക്കതിൻ്റെ ഫുൾ ബഡ്ജറ്റ് കിട്ടട്ടെ എന്നാലും നമുക്ക് വ്യക്തമാവുകയുള്ളൂ. പ്രസംഗത്തിലൊന്നും ഞാനും കേട്ടില്ല. അത് വല്ലാത്ത തെറ്റാണ്. അങ്ങനെ പാടില്ല എന്ന നിലപാട് തന്നെയാണ് എനിക്കുള്ളത്. പ്രവാസികളുടെ ആ ആശയത്തോട് ഞാനും ഒപ്പം നിൽക്കുന്നു. RK വൈബ്സ് പറയുന്നു പേന ചീപ്പ് മുട്ടുസൂചി ഒക്കെ ഇപ്രാവശ്യം വില കുറയുമോ എന്ന്. പണമുള്ളവർ ചിലവഴിക്കുമ്പോഴല്ലേ പാവപ്പെട്ടവരുടെ കയ്യിൽ പണം വരികയുള്ളൂ, വീട് എത്തുന്നുള്ളൂ. പണമുള്ളവർ വീട് വിട്ട് തനിയെ പണമുള്ളവർ വീട് വിട്ട് തനിയെ ഉണ്ടാകില്ലല്ലോ. ആശാരിക്കും മേസ്ത്രിക്കും ഒക്കെ അല്ലേ കിട്ടുന്നത് എന്ന് പറയുന്നു സുബീഷ്. അത് ഒരു കണക്കിന് ശരിയാണ്. ഒരാൾ പണം നമ്മുടെ കയ്യിൽ വരുമ്പോൾ അത് വിപണിയിലേക്ക് നിക്ഷേപിക്കാനുള്ള ടെൻഡൻസി കാണിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള താല്പര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ആളുകൾക്ക് വേണമെങ്കിൽ പണം ഭൂമിയായും സ്വർണ്ണമായൊക്കെ വാങ്ങിച്ച് എവിടെയെങ്കിലും ശേഖരിച്ച് വയ്ക്കാം. പക്ഷേ അത് എന്തെങ്കിലും തരത്തിൽ ചിലവഴിക്കുമ്പോൾ അത് സാധാരണക്കാരിലേക്ക് വരുന്നു. അപ്പോൾ ചിലവഴിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ സർക്കാർ അതിനുള്ള ഉൽപ്പാദനങ്ങൾ ഉണ്ടാക്കുക, ഉൽപ്പാദനം കൂട്ടുക, അങ്ങനെയൊക്കെയുള്ള പണികളിലേക്ക് നീങ്ങണം എന്നതാണ് അതിൻ്റെ കാര്യം. സർക്കാർ ജീവനക്കാർക്കും ബീഹാറിനും മാത്രം ഗുണമായ ഒരു ബജറ്റ്, സാധാരണ ജനങ്ങൾക്ക് ബജറ്റ് കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് തോമസ് പറയുന്നു. ബഡ്ജറ്റ് തുക ദൂർത്തടിക്കും എന്ന് പറഞ്ഞ പ്രേക്ഷകനെ തിരുത്താനാണ്. മനുവിന് ബഡ്ജറ്റ് തുക ദൂർത്തടിക്കുന്നു എന്ന അഭിപ്രായമുണ്ടോ? ഇല്ലെങ്കിൽ അബദ്ധങ്ങൾ പറയുന്ന രീതി തിരുത്താം. അത് ഷാജി ഭാസ്കർ പറഞ്ഞത് ശരിയാണ്. ബഡ്ജറ്റ് തുക അങ്ങനെ ദൂർത്തടിക്കും. ബഡ്ജറ്റ് അലോക്കേഷൻ എന്താണ്? അതാ കൺസേൺ സാധനത്തിന് മാത്രമേ ചിലവഴിക്കാൻ കഴിയും. ഇപ്പോൾ ദൂർത്ത് എന്ന് പറഞ്ഞു വന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ നടത്തിയ പര്യടനത്തെക്കുറിച്ചായിരിക്കും. അതാണ് ഇപ്പോൾ എല്ലാവരും ദൂർത്ത് എന്ന രീതിയിൽ പറഞ്ഞു വെക്കുന്നത്. അത്
അതും സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിട്ട് നമുക്ക് കാണാം. പലപ്പോഴും ഇത് എല്ലാ സർക്കാരുകളും ചെയ്യുന്നതാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും മറ്റ് പല ഞാനിപ്പോൾ അത്ഭുതപ്പെടുകയാണ്. മറ്റു പല സംസ്ഥാനത്തിൻ്റെ സർക്കാരുകൾ പോലും നമ്മുടെ ഇവിടുത്തെ ഒന്നാം പേജിൽ വാർത്ത കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മുഹമ്മദ് റോഷൻ പറയുന്നു കേരളത്തിൽ എന്നാണ് എയിംസ് വരിക എന്ന് ഞാനും കാത്തിരിക്കുന്നു. പ്രദീപ് കുമാർ നമുക്കൊപ്പം ചേർന്ന്. ഗുഡ് ഈവനിങ് പ്രദീപ്. ഗുഡ് ഈവനിങ് മനു എന്ന് പറയുന്നു. ഗുഡ് ഈവനിങ് പ്രദീപ്. പ്രദീപ് അമേരിക്കയിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 00 പറയുന്നു കേരളത്തിലെ പ്രവാസികൾക്ക് ആർക്കൊക്കെ എന്തു വേണം ബഡ്ജറ്റിൽ. ഓക്കെ, പ്രവാസികൾക്ക് നമുക്ക് അവർക്ക് ഇപ്പോൾ ഈ ഫ്ലൈറ്റ് ഫെയർ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ സബ്സിഡികൾ, പ്രവാസികൾക്കുള്ള ക്ഷേമ പദ്ധതികൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ പ്രവാസികളും ഉറ്റുനോക്കുന്നു. കാരണം അവരും നമ്മുടെ നാടിൻ്റെ കരുത്താണ്. ആദ്യം കേരളത്തിൽ യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുക എന്ന് ശ്രീലിവത്സൻ ശ്രീ പറയുന്നു. ബിജു ഫിലിപ്പ്, അങ്ങനെ നിരവധി ആളുകൾ ഇങ്ങനെ എനിക്ക് ഇത് തന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ അതിലേക്കൊക്കെ വരാം. അടുത്ത കോളർ നമുക്കൊപ്പം ചേരുന്നത് ദീപക് അല്ലേ? ദീപക്, യെസ്, ദീപക്കിലേക്ക് ഞാൻ മടങ്ങി വരാം. ബിനോയ് ഉണ്ട്. ബിനോയ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ബിനോയ് എങ്ങനെയാണ് ഈ ബജറ്റിനെ വിലയിരുത്തുന്നത്? നമസ്കാരം മനു. നമസ്കാരം. നമസ്കാരം. ഇത് ഒറ്റ ഇതിൽ പറഞ്ഞാൽ ഇത് BJP ബഡ്ജറ്റാണ്. ഇത് ഇന്ത്യയിലെ മൊത്ത സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ബഡ്ജറ്റ് അല്ല. ഇവിടെ മനു സൂചിപ്പിച്ചത് കണക്ക് സത്യത്തിൽ ബീഹാറിന് മാത്രമുള്ള ഒരു ബഡ്ജറ്റായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ കേരളത്തിലെ 24,000 കോടി രൂപയാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ഒന്നുമില്ലെങ്കിലും മുണ്ടൊക്കെ മറ്റേ ചൂരൽമലയില എങ്കിലും ബഡ്ജറ്റിൽ വിലയിരുത്താമായിരുന്നു. ഒന്നും ചെയ്തില്ല. ഇതിൽ വിഷമമുള്ളൊരു കാര്യം, ഞാൻ കൊല്ലം ജില്ലാക്കാരനാണ്. ഇവിടുത്തെ മനു കൊല്ലത്തിനൊന്നും കിട്ടിയില്ലേ? കശുവണ്ടി മേഖലയാണ്. 3 വർഷമായിട്ട് കശുവണ്ടി മേഖലയ്ക്ക് ഒരുപാട് പ്രതിസന്ധി നേരിടുക കൊല്ലത്ത്. ഞാൻ അതുമായിട്ട് ഡയറക്റ്റ് ഇടപെടുന്ന ഒരാളാണ്. കശുവണ്ടി മേഖലയെ എവിടെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. സത്യത്തിൽ കശുവണ്ടി മേഖലയെ സഹായിക്കേണ്ടതാണ്. അതായത് ബീഹാറിലെ എന്താണ് മഗ്ന കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടതിന്റെ ഒരു 10%, അതായത് കൊല്ലം ജില്ലയിൽ 10 ലക്ഷം ആളുകൾ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ജീവിക്കുന്ന ഒരു മേഖലയാണ് കശുവണ്ടി മേഖല. ആ മേഖലയെ ഒന്ന് ഉദ്ധരിച്ചത് പോലുമില്ല. സുരേഷ് ഗോപി കൊല്ലം ജില്ല നമുക്ക് ഇന്ന് നിരവധി കോളേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഞാൻ മടങ്ങി വരാൻ. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പലർക്കും അഭിപ്രായം പറയാനുണ്ടാവും. നമുക്ക് വിശദമായി സംസാരിക്കാം. ബിനോയ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ. പിന്നെ ഫിലിപ്പ് പറയുന്നത് Kerala is benefited because majority of people are working class എന്ന് ബൈജു ഫിലിപ്പ് പറയുന്നു. സോ ഇൻകം ടാക്സ് വിൽ ബെനിഫിറ്റ്. കേരള ഗവൺമെന്റ് ഷുഡ് മേക്ക് എ ജോബ് ഈസി സച്ച് റൂൾസ് വിത്ത് ഡിഫിക്കൽട്ട് ടു പുട്ട് അപ്പ് ഇൻഡസ്ട്രി എന്ന് പറയുന്നു. ഇൻഡസ്ട്രികൾ തുടങ്ങാനുള്ള ശ്രമമാണെന്ന്. ജയകുമാർ, നമസ്കാരം. ജയകുമാർ എനിക്ക് നമസ്കാരം പറയുന്നു. ടാക്സ് പരിധി ഉയർത്തിയതിൽ സന്തോഷം എന്ന് പറയുന്നു. ജയകുമാറിന് സന്തോഷം തോന്നുന്നതിൽ എനിക്ക് സന്തോഷം. നോബഡി പറയുന്ന 500 ഓക്കെ. അതുപോലെ സമുന്നയ പറയുന്നു. കിഷോർ കോന്നി എനിക്ക് ഹായ് അയക്കുന്നുണ്ട്. കിഷോർ കോന്നിക്ക് എൻ്റെ ഹായ്. കേരളത്തിൽ ജീവിക്കുന്നത് തന്നെ തലവിധി എന്ന് വേറൊരാൾ പറയുന്നു. വിനോദ് കെ നായരാണ് അത് പറയുന്നത്. വീണ്ടും ഒരു ബഡ്ജറ്റ് അടിപൊളി എന്നൊരു വിഭാഗം, അറുബോറൻ എന്ന് ഒരു മറുവിഭാഗം, പതിവിൻ പടി അന്തന്മാർ ആനയെ കണ്ടതുപോലെ എന്നൊക്കെ പറയുന്നു സമുന്നയ. ഓക്കെ, സമുന്നയ്ക്ക് ഈ ബഡ്ജറ്റ് തന്നെ വേണ്ടെന്നാണോ? നമുക്കൊരു ബഡ്ജറ്റ് വേണ്ടേ സമുന്നയ? നമ്മൾ പല നമ്മുടെ ചിലവുകളും വരവുകളും ഒക്കെ നമ്മൾ മുന്നിൽ കാണാനാണല്ലോ ബഡ്ജറ്റ് പറയുന്നത്. വിനോദ് കുമാർ ചോദിക്കുന്നു കേരളത്തിന് എന്താണെന്ന്. രഘുനന്ദനൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ ചേർന്നിട്ടുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ കിട്ടി, കേരളം റെയിൽവേക്ക് വീണ്ടും അവഗണന എന്നാണ് രഘുനന്ദനൻ പറയുന്നത്. സുനിമോൾ പറയുന്നു ആദായ നികുതിയിൽ നല്ല തീരുമാനം, വ്യവസായം വികസിക്കും, പാവങ്ങളെ അവഗണിച്ചു എന്നാണ് സുനിമോളുടെ അഭിപ്രായം. അതേസമയം യെസ് SJ മൾട്ടിമീഡിയ പറയുന്നത് 1000 കൺഗ്രാജുലേഷൻസ് ഫോർ ദ ബഡ്ജറ്റ്, കുപ്വാര ആൻഡ് ആർമി ബറ്റാലിയൻ എന്ന് പറയുന്നു. മിനി സ്പൈസ് പറയുന്നു ആര് ചോദിക്കുക MLA ആര്, MP ആര് ചോദിക്കുക MLA ആര് എന്ന്. അത് ശരി, കൊള്ളാം. യെസ്, ടാക്സ് ലാബ് അത് എനിക്ക് തോന്നുന്നു ഈ കൊല്ലം ജില്ലക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം MLA ആര് MP ആരെന്ന് ചോദിക്കാൻ പറയുന്നത്. ഓക്കെ, സാൻഡി പറയുന്നത് ടാക്സ് സ്ലാബ് പാടില്ലെന്നുമുള്ളവർക്ക് ഉള്ള ദേഷ്യമാണ് സാൻഡി പ്രകടിപ്പിക്കുന്നത്. ടാക്സ് ബെനിഫിറ്റ് വേണ്ടെന്ന് വെച്ച് സർക്കാർ വെറുതെ ടാക്സ് അടച്ച് പ്രതിഷേധിക്കുമോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, RK വൈബ്സ് പറയുന്നത് എൻഡോസൾഫാൻ പോലുള്ള ദുരന്തം നേരിട്ടവർക്കൊരു ഹോസ്റ്റൽ പോലും ഇല്ലാത്ത
മംഗലാപുരത്തെ ആശ്രയിക്കുന്ന കാസർഗോഡ് ജില്ലയ്ക്ക് എയിംസ് കിട്ടുമോ എന്ന് പറയുന്നു. യെസ്, ഗുഡ് ഈവനിങ് പ്രദീപ് കുമാർ. എനിക്കൊന്ന് പ്രദീപ് ബർമുഡ ട്രയാങ്കിളിന് സമീപത്ത് നിന്നാണ് നമുക്കൊപ്പം ചേരുന്നതെന്ന് നേരത്തെ ഞാൻ കണ്ടു. ഏതായാലും ബർമുഡ ട്രയാങ്കിളിലിരുന്ന് ആളുകൾ പൊതുവേദി കാണുന്നു എന്നത് വലിയൊരു അഭിമാനത്തിൻ്റെ കാര്യം തന്നെയാണ്. തിലകൻ തൃപ്പൂണിത്തറയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ തിലകൻ, വളരെയധികം ക്ഷമിക്കണം, നിരവധി ആളുകൾ പലതരത്തിൽ കമൻറ്റുകൾ അയക്കുന്നതുകൊണ്ടാണ്. ഇന്ന് ബജറ്റൊക്കെ ആയതുകൊണ്ട് കൂടുതൽ ആളുകളും പ്രതികരിക്കുന്നു. യെസ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾക്ക് പറയാം. സാറേ നമസ്കാരം. 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 അതെ, എനിക്ക് ഈ ബഡ്ജറ്റിനെ കുറിച്ച് സാറേ ഏതൊരു പാർട്ടിക്കും ഒരു ജനാധിപത്യ മണ്ഡലത്തിൽ നിന്നല്ല പൊതുവെ നോക്കുകയാണ്, ഓരോ പാർട്ടിക്കാർക്കും അവരവരുടെ ദർശനവും അവരുടെ ഒരു പ്ലാനും പദ്ധതി ഉണ്ടാവുമല്ലോ. ശരിയല്ലേ സാറേ? അവരങ്ങനെ മുന്നോട്ട് പോകും. അപ്പൊ അതിനകത്ത് ചില ആൾക്കാർക്ക് യോജിപ്പുണ്ടാവില്ല. പക്ഷെ ഞാൻ ഇതിനകത്ത് എനിക്ക് അഭിനന്ദനമായിട്ട് തോന്നുന്ന ഒരു കാര്യം പറയണം. ബീഹാർ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രം കിടന്ന രാജ്യമാണ്, ഇല്ലേ സാറേ? അവിടെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ബീഹാറിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് കാണിച്ചത് അത് നമ്പർ 1. രണ്ടാമത്, ടൂറിസം മണ്ഡലത്തിൽ നല്ല കാര്യം ചെയ്യും. മൊബൈൽ ഫോൺ, നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, ഈ കാര്യങ്ങളെല്ലാം ചെയ്തതാണ്. മറ്റൊന്ന് കൂട്ടിച്ചേർക്കാനുള്ളത് സാറേ, നമ്മൾ സാറ് സ്കൂളിൽ കഞ്ഞി കുടിച്ചിട്ടില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഞ്ഞി കുടിച്ചിട്ടില്ലേ? ഈ കഞ്ഞി വെക്കുന്ന തൊഴിലാളികളുണ്ട്, അത് ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ കാര്യം. പാചക തൊഴിലാളികൾ ഇപ്പൊ ഈ നമ്മുടെ നമ്മുടെ മേഡം വനിതയാണല്ലോ, അവര് ഈ പാചക തൊഴിലാളി ഇപ്പൊ 2 രാഷ്ട്രപതി വനിതയാണ്, ഇത് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി വനിതയാണ്. ഈ 2 വനിതകൾ സ്കൂളിൽ കഞ്ഞി കുടിച്ചിട്ടുള്ളവരാ. അവരൊന്ന് കേട്ടിരുന്നെങ്കിൽ അവർ ഈ കഞ്ഞി കൊടുത്ത തൊഴിലാളികളാണ്. ഒരക്ഷരം മിണ്ടനെ ഈ 2 രാഷ്ട്രപതി അടക്കമുള്ള നമ്മുടെ പാചക തൊഴിലാളികളുടെ വിഷയം ഒന്ന് പ്രധാനത്തിൽ സംസ്ഥാന സർക്കാരും ഒക്കെ എടുക്കേണ്ടതാണ്. അത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. ഇന്ന് നിറയെ പ്രേക്ഷകരുള്ളതുകൊണ്ട് ശ്രീ തിലകൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ലയൺ ക്യാപിറ്റൽ ആണ് പിന്നെ എനിക്ക് ഒരു സന്ദേശം അയക്കുന്നുണ്ട്. ലയൺ ക്യാപിറ്റൽ ബിഹൈൻഡ് ഗവൺമെന്റ് ട്രൈങ് ടു സ്പീഡ് അപ്പ് ആൻഡ് സ്പെൻഡിങ് എന്ന് എഴുതിയിരിക്കുന്നു. യെസ്, വ്യക്തമാണ്. ഇനി നമുക്ക് ജോസഫാണ് എറണാകുളത്ത് നിന്ന്, അല്ലേ ജോസഫ്? ഇന്നൊന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാം, നമുക്ക് നിരവധി പ്രേക്ഷകർ കാത്തിരിക്കുന്നുകൊണ്ടാണ്. സാറേ, ഈ ബഡ്ജറ്റിന്റെ വിഷയത്തിൽ നമുക്ക് ഇന്ന് ചർച്ചയിൽ വരുന്ന ഭൂരിഭാഗം ആൾക്കാരുടെയും തൊഴിലുറപ്പിനെ കുറിച്ചാണ് പറയുന്നത്. തൊഴിലുറപ്പിന് വരുമാനം കൂട്ടിയില്ല എന്നാണ്. മൊത്തത്തിൽ ഈ ബഡ്ജറ്റ് ഒരു നല്ലൊരു ബഡ്ജറ്റായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. നമ്മുടെ ജീവന നിലവാരം കൂടുന്നതനുസരിച്ച് ചെലവും കൂടും. അത് സാധാരണക്കാരനായാലും ശരി, ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നവനനുസരിച്ച് അവനവന്റെ വരുമാനത്തിന് അനുസരിച്ച് നിൽക്കാൻ തയ്യാറാകാതെ ജീവിത നിലവാരം കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ബഡ്ജറ്റിനെ നമ്മൾ തള്ളി പറയും. സ്വാഭാവികമായിട്ടും ഈ ബഡ്ജറ്റ് സമസ്ത മേഖലകളിൽ കൈവച്ചിട്ടുണ്ട്. സമസ്ത മേഖലകളിൽ അത് തുടർന്നുള്ള ചർച്ചകളിലെല്ലാം ലേഖനങ്ങളെല്ലാം പരിശോധിക്കാവുന്നതാണ്. ഒന്ന്. നമുക്ക് അടുത്ത വേറെ നിരവധി ആളുകൾ കാത്തുകൊണ്ട് നമുക്ക് വിശദമായിട്ട് അടുത്ത ദിവസം സംസാരിക്കാൻ നിരവധി ആളുകൾ ഉള്ളതുകൊണ്ട് ആത്മരൂപ പറയുന്നു ദർ ഇസ് നോ ബ്രെയിൻ ബെനിഫിറ്റ് ഫോർ കേരള ഇൻ ദിസ് ബഡ്ജറ്റ് എന്ന് പറയുന്നു. എസ് ജെ മൾട്ടിമീഡിയ പറയുന്നു 1000 കൺഗ്രാറ്റുലേഷൻസ് ടു ദിസ് ബഡ്ജറ്റ് എന്ന് പറയുന്നു. ആർ കെ വൈബ്സ് ഈ എൻഡോസൾഫാൻ ബാധിതരുടെ പ്രശ്നങ്ങൾ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്ന് പറയുന്നു. ചിലങ്ക മീഡിയ എന്നൊരു പ്രേക്ഷക നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ചിലങ്ക മീഡിയ നമ്മുടെ ഇടയ്ക്കൊക്കെ വരുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നു. സ്കൂൾ ഉച്ചഭക്ഷണം വെക്കുന്നവർക്ക് മുടങ്ങിക്കിടക്കുന്ന ശമ്പളത്തിൻ്റെ കാര്യം വലുത് നടക്കുമോ എന്നതാണ്. അത് സംസ്ഥാന സർക്കാർ കൂടി മുൻകൈയെടുത്ത് രണ്ടുപേരും ശക്തമായി ഇടപെട്ട് നടത്തേണ്ട ഒന്നാണ്. ഉജ്വൽ പറയുന്നു എല്ലാറ്റിനും നമ്പർ 1 ആയ കേരളത്തിന് ഒന്നും കിട്ടിയില്ല എന്ന് എന്തിനാണ് പറയുന്നത്? താഴെ കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് പറയുന്നത് നല്ല അഭിപ്രായമാണ്. മറ്റ് പാവപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് കൂടി മുന്നോട്ട് വരാൻ കഴിയണം. പക്ഷേ അവരും ഇതുപോലെ അവർക്ക് കിട്ടുന്ന പണം പലപ്പോഴും ഒരു വലിയ ആരോപണം അതാണ്. ബീഹാറിലൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അത് 1 രൂപ ചെലവഴിച്ചാൽ പലപ്പോഴും 9 പൈസ പോലും അവിടെ ആ പദ്ധതിക്കായി കിട്ടാറില്ല എന്നുള്ളത്. അപ്പോൾ അഴിമതി കുറച്ചുകൊണ്ട് അവരും ഈ രംഗത്തേക്ക് പെട്ടെന്ന് തന്നെ വികസനത്തിലേക്ക് വരണം എന്നാണ് അവിടെ നമുക്കും പറയാനുള്ളത്. ജയപ്രകാശ് പറയുന്നത് ഇവിടെ ഒന്നും കൂടി കാര്യമില്ല എന്ന് പറയുന്നു. ജലേഷ് ജോൾ പറയുന്നു ബീഹാറിന് കൊടുക്കട്ടെ, പക്ഷെ കേരളം ഇന്ത്യയിലാണ്, വയനാട് പരിഗണിക്കേണ്ടെന്ന്. യെസ്, അതാണ് വയനാട് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. മാത്രമല്ല വയനാട് ഒരു പിന്നോക്ക സാഹചര്യമുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് വയനാടിന് പ്രത്യേക പരിഗണന വേണം എന്ന ആ നിലപാട് വളരെ വളരെ വ്യക്തമാണ്. യെസ്, അടുത്ത പ്രേക്ഷകൻ ദീപക്കാണ്. ശ്രീ ദീപക്, പെട്ടെന്ന് പറയാം, നമുക്കിന്ന് നിരവധി പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വ്യക്തമാക്കാമോ?
യെസ്, ഞാൻ ദീപക്കിലേക്ക് മടങ്ങി വരാം. ഷൈജു ചിറയൻകീഴിൽ പറയുന്ന കഴിഞ്ഞ 11 വർഷമായി വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഒന്നും ചെയ്തില്ല. ഇൻകം ടാക്സ് 12 ലക്ഷം ആയതിൽ ഇന്ത്യയിൽ 2% ജനങ്ങൾക്ക് ആശ്വാസം ഉണ്ട്. കേന്ദ്രം തരുന്നത് വാങ്ങി പുട്ടടിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, സ്വന്തമായി വരുമാനം ഉണ്ടാക്കാൻ പഠിക്കണം എന്ന് രഘു PG പറയുന്നു. രത്നാകരൻ പറയുന്നത് നല്ല ബഡ്ജറ്റ് എന്നാണ്. റെജി TK പറയുന്നത് എന്ത് കിട്ടിയാലും വകമാറ്റും, ധൂർത്ത്, അഴിമതി, സ്വജനപക്ഷപാതം ഇതൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും പൊതുവേദി ഈ വിഷയങ്ങൾ ഇനിയും തുടർന്ന് പരിശോധിക്കുകയാണ്. പ്രേക്ഷകർ നിരവധി പേർ അവരുടെ അഭിപ്രായങ്ങൾ എഴുതുന്നുണ്ട്. ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ്. പെട്ടെന്ന് മടങ്ങിയെത്താം. ഷോർട്ട് ബ്രേക്ക്. ഒടുവിലിതാ ആ പ്രഖ്യാപനം വന്നിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം സാധാരണക്കാരായ ആളുകൾക്ക് അവന്റെ ജീവിത നിലവാരം ഉയരുന്ന തരത്തിലേക്കുള്ള സുപ്രധാനമായ പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ബജറ്റ് അവതരണത്തിൽ ഉണ്ടാകുന്നു. 12 ലക്ഷമാക്കി ഉയർത്തിയിരിക്കുന്നു ആദായ നികുതി സ്ലാബ്. അതായത് ഒരു വർഷം 12 ലക്ഷം രൂപ വരുമാനം നേടുന്ന വ്യക്തിക്ക് ഇനി മുതൽ നികുതി അടയ്ക്കേണ്ടതില്ല. കണക്കാക്കുമ്പോൾ മാസം 1 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്ന വ്യക്തിക്ക് ഇനി മുതൽ നികുതി അടയ്ക്കേണ്ടതില്ല എന്ന വലിയ പ്രഖ്യാപനം ആണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളിൽ ഒന്നായിരുന്നു വ്യക്തിഗത ടാക്സ് എന്നത്. വ്യക്തിഗത പരിധി ആണ് ഇപ്പോൾ അത് 7 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷമാക്കി. ഒരു പക്ഷേ സാമ്പത്തിക നിരീക്ഷകർ ഒന്നടങ്കം വിലയിരുത്തിയിരുന്നത് 10 ലക്ഷം രൂപ വരെ ഉയർന്നേക്കാം, അതിനപ്പുറത്തേക്ക് കടക്കില്ല എന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെട്ടിരുന്നു. അതാണിപ്പോൾ നമ്മുടെ പൊതുവേദി തുടരുകയാണ്. കൊല്ലത്ത് നിന്ന് ശ്രീമതി ജയ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ജയ, താങ്കൾ എങ്ങനെയാണ് ഈ ബജറ്റിനെ വിലയിരുത്തുന്നത്? നമസ്കാരം മനു. നമസ്കാരം. നമസ്കാരം. മനു ഭയങ്കര ഹാപ്പിയാണല്ലോ. ടാക്സ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചോന്നോ? ടാക്സ് കൊടുക്കണ്ടെന്ന് കരുതിയാണോ? എല്ലാ ചാനലിലെയും ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം. ടാക്സ് കുറച്ച് ഒഴിവായി കിട്ടിയെന്നുള്ള സന്തോഷം എന്നാണ് അല്ലേ? അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ മനു. അതിലൊരു നിരാശയുണ്ട് കേട്ടോ. ആണോ? നമ്മളിവിടെ അന്ന് നമ്മള് ഗൾഫിൽ പോയി ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെ തിരിച്ചു വന്ന് ഇപ്പോഴും മക്കള് ഗൾഫിലുള്ളത് കൊണ്ട് നമ്മൾ ഒരുവിധം കഞ്ഞിയൊക്കെ കുടിച്ചങ്ങ് പോകുന്നു. അവർക്കൊക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്യണമായിരുന്നു. അതൊന്നും ഇതിലില്ല. അതുകൊണ്ട് എനിക്ക് നിരാശയാണ്. പിന്നെ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർക്ക് ഇപ്പൊ സാലറി വാങ്ങിക്കുന്നവര് മാത്രമേ ഉള്ളോ സാധാരണക്കാരെന്ന് പറയുന്നത്? അതിലും എത്രയോ സാധാരണക്കാരുണ്ട്. അവരെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അല്ലേ? അല്ല, സാധാരണക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നികുതിയിൽ ഒരു ചെറിയ ഇളവ് കൊടുത്തു എന്നുള്ളത്. മറ്റുള്ളവർക്ക് നികുതിയേ ഇല്ലല്ലോ, അപ്പൊ പിന്നെ കുറയ്ക്കാൻ പറ്റില്ലല്ലോ. ഈ ഡ്രൈവേഴ്സിന് ഈ ഡെയിലി വേജസിന് പോകുന്ന ആൾക്കാരൊക്കെ അവർക്ക് നികുതി ഇല്ലല്ലോ. അവർക്ക് നികുതി ഇല്ലല്ലോ. നികുതി വാങ്ങിക്കുന്ന ആളുകളുടെ എന്നല്ലേ നികുതി കുറച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. നികുതി വാങ്ങിക്കാത്തവർക്ക് പിന്നെ കുറയ്ക്കാൻ സീറോ അല്ലേ? ഭയങ്കര സന്തോഷം. ഞാൻ ഏതായാലും 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കിട്ടുമെന്ന് അറിയില്ല. അത് ശരി. ബാക്കി ഞാൻ അയച്ചു തരാം ഗൂഗിൾ പേയില്. സന്തോഷം. അങ്ങനെ പൊതുവേദിയെ സ്നേഹിക്കുന്ന ജയപ്പോലുള്ള ആളുകളുണ്ട് എന്നറിയുന്നതിൽ തന്നെ സന്തോഷം. ഏതായാലും ഞാനൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ സ്വാഭാവികമായി ആദ്യം തന്നെ വിളിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. യെസ്, അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ചന്ദ്രൻ അല്ലേ? സന്തോഷാണ്. സന്തോഷ് കാസർഗോഡ് നിന്നായിരിക്കും വിളിക്കുന്നത് അല്ലേ? സന്തോഷ് കേൾക്കാമോ? കേൾക്കാം. ശ്രീ സന്തോഷിന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാമോ ഈ ബജറ്റ് എങ്ങനെ തോന്നി? എന്ത് തോന്നി? ഈ ബജറ്റില് പിന്നെ ചരിത്രത്തിൽ ഇത്രയും നല്ലൊരു ബജറ്റ് കേന്ദ്രം നേരത്തെ അവതരിപ്പിച്ചിട്ടില്ല. അത് ശരി. കേരളത്തിന് വളരെ ഗുണം കിട്ടും. അത് പിന്നീട് നമുക്ക് മനസ്സിലാവും. അത് ശരി. എന്താണ് അത് പിന്നീട് മനസ്സിലാകാൻ പോകുന്നത്? പിന്നീട് മനസ്സിലാകുന്നത് ഇപ്പൊ വയനാട്ടിന് കണ്ടില്ലേ, നല്ലപോലെ കൊടുത്തില്ലേ? ശരി. യെസ്, വ്യക്തമാണ്. താങ്കളുടെ നോക്കുന്ന സമയം തീരെ ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ. യെസ്, മുഹമ്മദ് പറയുന്നു എല്ലാ സ്റ്റേറ്റിനെയും പരിഗണിക്കണം. ഏത് സ്റ്റേറ്റ് ഉള്ളതും ഇന്ത്യക്കാർ തന്നെ എന്ന് പറയുന്നു. അക്വേറിയസ് പറയുന്നു എനിക്ക് ടാക്സുകൾ കിട്ടും, ഞാൻ മലയാളിയാണ്, ഞാൻ ആ പൈസയ്ക്ക് പെട്രോൾ അടിക്കും എന്നാണ് പറയുന്നത്. അത്
ഞാൻ പറയുകയാണെങ്കിൽ പെട്രോൾ അടിക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ ഗുണമില്ല. ശ്രീ അക്യൂറിയസിനോട് എനിക്ക് പറയാനുള്ളത്, അത് ഒരുപക്ഷെ നിങ്ങൾ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാദേശിക തലത്തിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കണേ അത്രയും നല്ലത്. കാരണം അവിടെ ഒരു പുതിയ തൊഴിലവസരവും ഒരു പുതിയ സംരംഭകനും ഉണ്ടാകും എന്നുള്ളതാണ്. പെട്രോൾ അടിച്ചുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല. യെസ്, ഓക്കെ. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ ജോസഫ്. ശ്രീ ജോസഫിന് ഈ ബഡ്ജറ്റ് എങ്ങനെ വിലയിരുത്താൻ കഴിയും? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. വളരെ ചുരുങ്ങിയ വാക്കുകൾ പറയാൻ നമുക്ക് നിരവധി പ്രേക്ഷകരുള്ളതുകൊണ്ടാണ്. ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തന്നെ നിങ്ങൾക്ക് എന്താ ദേശ പാർട്ടിന്ന് ചോദിച്ചിട്ട്, അതുപോലെ ഇവിടെയും നമ്മുടെ BJP-ക്കാർ തന്നെ അംഗീകരിക്കാൻ വരുന്നുണ്ട്. പണ്ട് എല്ലാ പോലെ സിഗരറ്റിന് വില കൂടാണ്. ഞാൻ ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റൊക്കെ കഴിഞ്ഞിട്ട് റിട്ടയർഡ് സൂപ്രണ്ടാണ് വിയർത്തിൽ പോകുന്നതാണ്. അപ്പോൾ സെൻട്രൽ എക്സൈസിൽ. അപ്പോൾ ഞങ്ങൾക്ക് അന്നൊക്കെ ടൈപ്പ്റൈറ്ററോ രാത്രി ഓവർ ടൈമാണ്. കുറെ പേര് മത്സരിച്ച അങ്ങനെ ജോലി ചെയ്തിട്ട് 3 ദിവസം പണിയാണ്. ഇന്ന് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. എന്ന് മാത്രമല്ല ഈ സെസ്, സിഗരറ്റിന്റെ സെസ് എല്ലാ കൊല്ലം കൂടാ, ഈ കൊല്ലം കൂടിയില്ലെന്ന് തോന്നുന്നത് അത്ഭുതം ഞാൻ കണ്ട്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഞാൻ അടുത്ത പ്രേക്ഷകരിലേക്ക് പോകുന്നത് രഞ്ജിത്ത് പാലക്കാട് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ശ്രീ രഞ്ജിത്ത് ഈ ബഡ്ജറ്റിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സാർ, ഈ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ബഡ്ജറ്റ് ഒരു ഗുണകരമാണോ ചോദിച്ചാൽ ഗുണകരമാണ്, അല്ലാന്നാണെങ്കിൽ അല്ല. ആ രണ്ട് ലെവലിലാണ് ബഡ്ജറ്റ് കാണുന്നത്. നമ്മളിപ്പോ ഈ വയനാട് മേഖലയിൽ ഇപ്പൊ ദുരിതം അനുഭവിച്ച ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നീക്കിയിരിപ്പൊന്നും ബഡ്ജറ്റ് കണ്ടില്ല. അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കുറെ ഭാഗങ്ങളിൽ കുറെ മനുഷ്യജീവനങ്ങൾ കൊന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ആ ഒരു സജ്ജീകരണം, കാടുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു എർത്ത് കമ്പി വളയ്ക്കാനോ അങ്ങനത്തെ സജ്ജീകരണങ്ങളൊന്നും ഈ ബഡ്ജറ്റിൽ കണ്ടില്ല. അത് ഞങ്ങളുടെ പാലക്കാട് നിന്ന് ഞങ്ങൾ ഒരുപാട് ആകാംക്ഷ വന്നതാണ് കോച്ച് ഫാക്ടറി. കോച്ച് ഫാക്ടറി ഞാൻ ജനിക്കുന്ന സമയത്ത് കേൾക്കാൻ തുടങ്ങിയ ഒരു കാര്യമാണ് പാലക്കാട് കോച്ച് ഫാക്ടറി. അന്ന് VS വിജയരാഘവൻ അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനം എന്ന് പറഞ്ഞ് ഒക്കെ അത് കൊണ്ടുവരുന്നതായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ അറിഞ്ഞത് അന്ന് ഈ ഇന്ദിരാഗാന്ധി ചില സിഖ് മതവിഭാഗർക്കിടയിൽ ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ ആ പദ്ധതി പഞ്ചാബിലേക്ക് മാറ്റി എന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് കുറേ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അല്ലേ? അതന്നെ അതിൽ ഞങ്ങളെ പോലുള്ള കുറെ പാലക്കാട്ടുകാർക്ക് കുറെ തൊഴിലവസരങ്ങൾ തന്നൊരു സംഭവമായിരുന്നു. 82 കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് അംഗീകരിച്ചിട്ടും മാറി വന്ന സർക്കാരുകളോ ഒന്നും ചെയ്തിട്ടുന്നില്ല. മെയിനായിട്ട് പറയണ ഈ വന്യജീവികളിൽ നിന്ന് ആക്രമണം കൊണ്ട് മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള അതിനുള്ള കരുതലും ഒരു കൈത്താങ്ങലും നമുക്കൊരു ബഡ്ജറ്റിന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത് ഉണ്ടായില്ല. നമുക്ക് സമയമുള്ള ഇല്ലാത്തത് കൊണ്ടാണ് രഞ്ജിത്ത്. നമുക്ക് വിശദമായിട്ട് അടുത്ത ദിവസങ്ങളിലും സംസാരിക്കാം. ഇന്ന് നമുക്ക് കുറെ പ്രേക്ഷകരുള്ളത് കൊണ്ടാണ്. ദീപു വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ബഡ്ജറ്റ് ദീപുവിന് എന്ത് മനസ്സിലായി? അല്ല, മനസ്സിലായത് ഇത് ബീഹാറിന്റെ ധനമന്ത്രിയാണോ അതോ ബീഹാർ നിയമസഭയിലാണോ ഇത് പ്രസംഗിക്കുന്നത് എന്നുള്ളൊരു സംശയമാണ് എനിക്ക് തോന്നിയത്. ഇനി ഹിന്ദിയൊക്കെ പഠിക്കേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേരളത്തെ കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ മനു? ഈ വയനാട്ടിൽ IITക്ക് ചില സഹായങ്ങൾ നൽകുന്നു അത് തന്നെ മനു അത് കണ്ടുപിടിച്ചു. പിന്നെ ഈ വിഴിഞ്ഞത്തിന് ഇവിടെ ഇന്ത്യയുടെ തന്നെ ഗേറ്റ് വേ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്തെ വിഴിഞ്ഞം. അതിനുവേണ്ടി എന്താ നൽകിയത്? ആ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് പോലും തരാതെ കേരളത്തിനെ നശിപ്പിക്കുകയാണ്. മലയോര മേഖലയ്ക്ക് എന്ത് നൽകി? എയിംസോ ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രം ഈ BJP ഏറ്റവും കൂടുതൽ കിടന്ന് വാദിക്കുന്നതല്ലേ? അവിടെ പോയി വരുന്നവർ തന്നെ BJP-ക്കാരാണെന്നാണ് അവർ പറയുന്നത്. ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രത്തിന് ആക്കാനുള്ള എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? കാർഷിക മേഖലയ്ക്ക് എന്താണ് കൊടുത്തിട്ടുള്ളത്? റബ്ബർ വിലയ്ക്ക് വല്ലതും പറഞ്ഞിട്ടുണ്ടോ മനു? വിലക്കയറ്റത്തിനെതിരെ എന്തെങ്കിലും ഒരു നടപടി ഇവർ സ്വീകരിച്ചിട്ടുണ്ടോ? കാലാവസ്ഥ വ്യതിയാനമുണ്ട്, അതിനെ പറ്റിയിട്ട് ഈ ഇന്ത്യ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അത് നോർത്ത് തൊട്ട് ഇങ്ങ് കേരളം വരെ അനുഭവിക്കുന്നത്. അതിനെന്തെങ്കിലും ഉണ്ടോ? പ്രവാസികൾക്ക് എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ ഇവര്? പ്രവാസികൾ നമ്മുടെ അമേരിക്കയിലൊക്കെ ആൾക്കാരുണ്ട് നമ്മുടെ ഇതിനകത്തുള്ള, അവർക്കൊക്കെ എന്തെങ്കിലും ഒരു സഹായം കൊടുക്കണ്ടേ? കേരളത്തിൽ മാത്രമല്ല പ്രവാസികള്. പിന്നെ അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഈ കോർപ്പറേറ്റ് സ്റ്റൈപ്പൻഡ് ഒക്കെ കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം. അത് കൊടുത്തില്ല, ഇപ്പൊ വേറെന്തൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, തൃശ്ശൂർ നിവാസികൾക്കാണ് ആകെ ഒരു ഗുണം ഉണ്ടായിട്ടുള്ളത്. അതായത് സുരേഷ് ഗോപി MP ആയിട്ട് BJP-യുടെ MP ആയിട്ട് പോയത് കൊണ്ടിട്ട് അവിടെ അവർക്ക് ഊഞ്ഞാല എന്നുള്ള പാട്ടിന് നികുതി ഇല്ല എന്നുള്ള ഇല്ലാത്തതുകൊണ്ടാണ് ദീപു. നമുക്കൊരു ദിവസം വിശദമായി സംസാരിക്കാം. പാലക്കാട് നിന്ന് ശ്രീമതി റെജീന നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി റെജീന, ഈ കേരളത്തിൽ ഒന്നും കിട്ടിയില്ല എന്നുള്ള പരാതി വളരെ ശക്തമായി നിൽക്കുമ്പോഴാണ് നമ്മുടെ പാലക്കാട്ടിന് അവിടെ IITക്ക് കുറച്ച് പൈസ കിട്ടുമെന്ന് ഈ ബജറ്റിൽ ഉണ്ട്. അപ്പോൾ പാലക്കാടിനും പാറ്റ്നയ്ക്കും വേണ്ടി മാത്രം ഉണ്ടാക്കിയ ബജറ്റ് എന്ന പരിഹാസത്തെ ശ്രീമതി റെജീന എങ്ങനെ കാണുന്നു? നമുക്ക് പാലക്കാടല്ലല്ലോ സാർ, നമ്മൾക്ക് എല്ലാവരും ഉൾപ്പെടുത്തുന്നതില്
അതിനാണല്ലോ ഇപ്പൊ ഇവരെയൊക്കെ നിയമിക്കുന്നത്. എനിക്കിപ്പോ അങ്ങനെ ആലോചിച്ചിട്ട് ചിരിയും വരുന്നുണ്ട്. നമ്മുടെ സ്കൂളില് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് +2 പ്രീ പ്രൈമറി മുതൽ +2 വരെയുള്ളവർ നമ്മുടെ ഡിജിറ്റൽ ആയി കഴിഞ്ഞു, സംവിധാനം ആയി കഴിഞ്ഞു സാർ. ഇപ്പോഴാണോ അതിനെയൊക്കെ ഇവര് ആലോചിച്ചിട്ട് ഇപ്പൊ ഇവിടെയൊക്കെ തുടങ്ങാന്നുള്ള ആ ഒരു നീക്കം വന്നിരിക്കണത് അല്ലേ? അതിനു വേണ്ടി നീക്കി വെച്ചിരിക്കണതെന്ന് പറയുന്നുണ്ടായിരുന്നു ഇന്ന് ബഡ്ജറ്റില്. നമ്മുടെ സ്കൂളുകൾ അതൊക്കെ എപ്പോഴോ 8-9 വർഷം മുന്നേ നമ്മൾ അതിന് തയ്യാറായി കഴിഞ്ഞു. കുട്ടികൾ അതിന്റെ ആ ഒരു ഇതിലാണ്, ആ സംവിധാനത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ. ഇവിടെ നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ വലിയ മുന്നേറ്റം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് മറ്റു ചില സംസ്ഥാനങ്ങളിൽ ഇല്ല. കേരളത്തിൽ 10 വയസ്സില്ല, ശരി പോട്ടെ, ബീഹാറുകാർക്ക് പഠിച്ചു. ബീഹാറില് പിന്നെ ഇലക്ഷൻ വരികയല്ലേ, അതുകൊണ്ട് ബീഹാറുകാർക്ക് ജനങ്ങളോട് ബീഹാർ ജനങ്ങൾ നല്ല മമതയുണ്ട്. ഏതായാലും അത് കഴിഞ്ഞ 2026 നമ്മുടെ കേരളത്തിലും തെരഞ്ഞെടുപ്പ് വരും. അപ്പൊ അടുത്ത ബജറ്റിൽ നമുക്ക് എന്തെങ്കിലും കാര്യമായി തരുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? അല്ല സാർ, എനിക്ക് എന്താ പറയുക, വേറൊരു കാര്യം കൂടി പറയണ്ട. ഈ ചൂരൽമല നമ്മുടെ ദുരന്തം നടന്ന സ്ഥലത്ത് ഒരു കുട്ടീനെയൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി ഭയങ്കര പട്ടിഷോ ഒക്കെ കാണിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഫോട്ടോസിലൊക്കെ ഫേമസ് ആയി. മുപ്പര് എന്ത് മാന്യത ഉണ്ട് ഇല്ലേ? അവരോടൊക്കെ ഇനി എന്ത് പറയും? ശരിക്ക് അറുത്ത കയ്യില് ഉപ്പ് തേക്കില്ല, പോരാത്തിന് അതിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇടുന്ന അവസ്ഥ. എങ്ങനെയുണ്ട് ഇതൊക്കെ സഹിക്കുക? നമ്മളെന്ത് കേരളത്തിലെ ജനങ്ങൾ എന്താ ഇന്ത്യയിലൊന്നും അല്ലേ? നമ്മൾ വല്ല പാകിസ്ഥാനിലേക്കാണോ സാർ ഇരിക്കുന്നത്? വ്യക്തമാണ്. ഏതായാലും രജീന, ഇന്ന് ഭയങ്കര തിരക്ക്, ഒരുപാട് പ്രേക്ഷകർ ഉള്ളത് കൊണ്ടാണ് ഒരു ദിവസം വിശദമായി കുറച്ചുകൂടി ഇതിനെ സംബന്ധിച്ചൊക്കെ സംസാരിക്കാം. ഇന്ന് ഒട്ടും സമയമില്ലാത്തതുകൊണ്ടാണ് അടുത്ത ഒരു പ്രേക്ഷകൻ വിളിക്കുന്നത്. ബർമുഡ ട്രയാങ്കിളിൽ നിന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ് അദ്ദേഹം. ഇന്ന് ബർമുഡ ട്രയാങ്കിളിലാണ്. ഇന്ന് ബർമുഡ ട്രയാങ്കിളിലെത്തിയും പൊതുവേദിയെ മറന്നില്ല എന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. ശ്രീ പ്രദീപ്, വെൽക്കം ടു പൊതുവേദി. ബർമുഡ ട്രയാങ്കിളിൽ നിന്ന് വിളിക്കുമ്പോൾ എന്താണ് ഇവിടുത്തെ ബജറ്റിനെ കുറിച്ച് പറയാനുള്ളത്? നമസ്കാരം മിസ്റ്റർ മനു. ഒത്തിരി പേര് കാത്തിരിപ്പുണ്ട്. വളരെ വിഷമമാണ് എനിക്ക്, കാരണം പിന്നെ ഇന്നലെ രാത്രി മുഴുവൻ ഇവിടുത്തെ രാത്രി മുഴുവനും കുത്തിയിട്ട് നമ്മളത് ബജറ്റ് കേൾക്കായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയി പോയി. ആക്ച്വലി ഞാനത് ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ SCI അതിലത്തേക്ക് വേണ്ടി ഷിപ്പിംഗ്, പോർട്ട്, ഡിപ്പാർട്ടർ, ഷിപ്പ് മേക്കിംഗ്, മസഡോക്ക്, ഗ്രേസ്, അങ്ങനെയുള്ള ഗ്രേസ് ഇല്ല, മസഡോക്ക്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഇവരെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് പ്രത്യേകിച്ച് അനുവദിച്ചിട്ടുണ്ട്. അതെന്റെ പ്രിയ സുഹൃത്തൊന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്താൽ അറിയാം. പിന്നെ ഇതിനകത്ത് പറയുന്നത് മിസ്റ്റർ മനു, കേരളം എന്നൊരു ചെറിയ സംസ്ഥാനത്തെ കുറിച്ച് മാത്രമല്ല ഈ ബജറ്റ് വന്നിട്ടുള്ളത്. ഇന്ത്യ ഈ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കണം എന്താണെന്ന്. കാരണം ഇന്ത്യ മത്സരിക്കുന്നത് ചൈനയുടെ കൂടെയാണ്. ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞൊരു മഹാൻ ഇന്ത്യക്ക് പണി തന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തില് ഇപ്പോഴത്തെ ബജറ്റ് ഇന്ത്യയെ എത്രത്തോളം പെട്ടെന്ന് മേലോട്ട് കൊണ്ടുവരാം എന്നുള്ളത് മാത്രമാണ് ഈ ബജറ്റിന്റെ ഉദ്ദേശം. ജനങ്ങളുടെ കയ്യിൽ കാശെത്തുക. ഇതിനകത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് മിസ്റ്റർ മനു. എനിക്ക് എന്റെ പോർട്ട്ഫോളിയോയിൽ എനിക്ക് നഷ്ടം എന്ന് പറഞ്ഞാൽ 13% ആണ്. ഇന്നത്തെ ഡേ PNL നഷ്ടം എന്ന് പറയുന്നത് 4%. ബജറ്റിന് മുമ്പ് ഇന്ന് തുടങ്ങിയത് 6% ലാഭം വന്നിട്ട് അത് ഡൗണിൽ പോയി. അപ്പം ആക്ച്വലി ഇതിനകത്ത് സാമ്പത്തികമായി ഇൻവെസ്റ്റ് ഉള്ളവർക്കല്ല ഇത് ബെനിഫിറ്റ് ഉണ്ടാവുന്നത്, താഴെത്തട്ടിലുള്ള ജനങ്ങൾക്കാണ്. വലിയവരുടെ കയ്യിൽ നിന്ന് ഈ കാശ് നമ്മുടെ സൊസൈറ്റിക്കകത്ത് ഇറങ്ങുക, അത് ആ കാശ് നിറയെ പേരിലോട്ട് എത്തുക. അതാണ് മെയിൻ ആയിട്ട് ഈ ബജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ സർക്കാർ ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ കാശ് എത്തുക, അത് തന്നെയാണ്. പിന്നെ ഒരു സംസ്ഥാനത്തിന് വേണ്ടി മാത്രം ഒന്നും ചെയ്തില്ല. പിന്നെ കുറച്ച് പേർക്ക് ഒരു കാര്യം പറഞ്ഞു വെച്ചോട്ടെ, നമ്മൾ ഇത്തിരി സാമ്പത്തികമായിട്ടും കാണാനൊക്കെ ഇച്ചിരി നമ്മൾ ഇത്തിരി മേലോട്ടാണ്. ഒരുപാട് ദരിദ്രം അനുഭവിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അവരും നമ്മളെ പോലെ മുന്നോട്ട് വരട്ടെ. താങ്ക് യു സോ മച്ച്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇപ്പം രാജു പറയുന്നത് തരുന്നത് വാങ്ങി പുട്ടടിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ എന്നാണ്, സ്വന്തമായി വരുമാനം ഉണ്ടാക്കാനും കൂടി നമ്മൾ പഠിക്കണമെന്നാണ്. ഇതൊരു ചെറിയൊരു മന്ത്രി നമ്മളിപ്പോൾ ഇങ്ങനെ പുട്ടടിക്കുക എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നതിൽ കാര്യമുണ്ടോ എന്ന് അറിയില്ല. ഇപ്പോൾ ഒരു മന്ത്രിയുടെ മന്ദിരത്തിലോ അവിടെ എവിടെയെങ്കിലും ഒരു പൂന്തോട്ടം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു ഗോശാല ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ വലിയ പുട്ടടിയായി നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ വലിയ തോതിലുള്ള വികസനത്തിന് ഫണ്ടുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഗോപൻ എന്ന് പറയുന്നത് തമാശ ആണ് ബജറ്റ് എന്ന് പറയുന്നു. ചാമ്പ്യൻ പറയുന്നു, even though a taxpayer, I am really happy with the budget as I can see around 1 lakh having said that they should consider Wayanad humanitarian perspective എങ്കിലും കാണിക്കണമായിരുന്നു എന്നാണ് ചാമ്പ്യൻ പറയുന്നത്. ചാമ്പ്യൻ്റെ അഭിപ്രായം പലർക്കും ഉണ്ട്, ഒരു ഹ്യൂമാനിറ്റേറിയൻ ടച്ച് ബജറ്റിനുണ്ടായില്ല എന്ന്. ജാനകി ജംഗി റിസോർട്ട്
പറയുന്നത് എക്സലൻറ്റ് ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു തംസപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്. രാജീവിനും ബഡ്ജറ്റ് വലിയ തോതിൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. മുഹമ്മദ് എൻ പറയുന്നത് എല്ലാ സ്റ്റേറ്റിനെയും പരിഗണിക്കണമെന്നായിരുന്നു. തോമസ് കെ സി നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ ചോദിക്കുന്നത് ഹൗസിംഗ് ലോൺ കുറയുമോ എന്നതാണ്. അത് നമുക്കൊന്ന് പരിശോധിച്ചിട്ട് എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. അത് ലോണിൻ്റെ പലിശ എന്നത് വേറൊരു ഘടനയുമായി എന്ന് വെച്ചാൽ നമ്മുടെ റിവേഴ്സ് റിപ്പോ നിരക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ലോണിൻ്റെ ഒരു നിലപാട് കുറയുന്നത്. ഏതായാലും ഹൗസിംഗ് സെക്ടറിന് എന്തെങ്കിലും കാര്യമായ നീക്കിയിരിപ്പുണ്ട് എന്ന അവകാശവാദമാണ് അവിടെ ഉന്നയിക്കുന്നത്. കാരണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്ക് വലിയ തുക ആണ് സർക്കാർ മാറ്റിവെക്കുന്നതെന്ന് പറഞ്ഞു. ഷാജി വിളിക്കുന്നത് കൊല്ലത്ത് നിന്നാണ് അല്ലേ? ഷാജി കേൾക്കാമോ? കേൾക്കാം. ശ്രീ ഷാജി, എങ്ങനെയാണ് ഈ ബജറ്റിനെ വിലയിരുത്തുന്നത്? നമസ്കാരം. ഈ ബജറ്റിനെ വിലയിരുത്തുമ്പോഴെന്ന് പറയുന്നത് ഇത് ഡൽഹി തെരഞ്ഞെടുപ്പും കൂടെ കണ്ടുകൊണ്ട് അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും കൂടെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം കൂടെ ഇതിന്റെ ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ BJP ബീഹാറിലെ ബീഹാറിനെ കൂടെ കൂടുതൽ പിന്തുണ ഉണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ. ഇത് രണ്ടും തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റേ വയനാട് വിഷയമായാലും റബ്ബറിന്റെ വിഷയമായാലും ഇനി ഒരു MP ഉണ്ടാവും 300 രൂപ ആക്കി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ അച്ഛന്മാരൊക്കെ കേൾക്കണം. ഒരു കാര്യം ചെയ്യണം, ഇവരെല്ലാവരും കൂടെ സുരേഷ് ഗോപി വിളിച്ചു, സുരേന്ദ്രനെ വിളിച്ചോണ്ട് എവിടെയെങ്കിലും പോയി ഭജന ഇരിക്കുക ചെയ്യേണ്ടത് ഈ ബഡ്ജറ്റ് കേട്ടിട്ട്. ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കൊയിലാണ്ടിയിൽ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനുണ്ട് റഷീദ്. ശ്രീ റഷീദ്, ഈ ബജറ്റിനെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എങ്ങനെ വിലയിരുത്തും? ഇന്ന് നമ്മുടെ ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നിരാശാജനകവും പ്രതിഷേധാർഹവുമാണ് എന്ന് പറയാൻ. നീതിബോധമില്ലാത്തൊരു ബഡ്ജറ്റ് എന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു ഫെഡറൽ സംവിധാനമുള്ള ഒരു രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യത നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് ഒരു നീതിബോധമുള്ള ഒരു ഗവൺമെന്റ് നടത്തേണ്ടത്. അത് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, നമ്മൾ വളരെയേറെ ദുഃഖത്തോടെയും സങ്കടത്തോടെയും വിഷമത്തോടെയും കണ്ടിരുന്ന ചൂരൽമലയിലെയും ആളുകൾക്കൊന്നും കിട്ടിയില്ല. യെസ്, വ്യക്തമാണ്. ഇന്ന് ശ്രീ റഷീദ്, നമുക്ക് ഒട്ടും സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ശ്രീ റഷീദ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ. രവീന്ദ്രൻ പറയുന്നു ബ്രൂവറി ഉണ്ടല്ലോ, ഇനി ഒരു 5 വർഷം കൂടി ഭരിച്ചാൽ ഇവിടുത്തെ ഗവൺമെൻറ് സ്റ്റാഫിന് ശമ്പളം കിട്ടില്ല, നാടിൻ്റെ പോക്ക് അങ്ങോട്ടാണ് എന്ന് രവീന്ദ്രൻ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ പരിഹസിക്കുന്നു. അങ്ങനെ അത്രമാത്രം പ്രശ്നമുണ്ടോ രവീന്ദ്ര? എനിക്കറിയില്ല. അതോടൊപ്പം തന്നെ കൃഷ്ണദാസ് പറയുന്നത് പാലക്കാട് കോച്ച് ഫാക്ടറി ഇല്ലെങ്കിലും ബ്രൂവറി വരുമല്ലോ എന്നാണ്. കൊള്ളാം. സന്തോഷ് വർമ്മ പറയുന്നത് ഞാൻ ബാംഗ്ലൂരിൽ IT ജോലി ചെയ്യുന്നു, 12 ലക്ഷം രൂപ ശമ്പളമുണ്ട്. സന്തോഷ് വർമ്മയ്ക്ക് കോളടിച്ചു. വലിയ നികുതി ഇളവാണ്. 80,000 രൂപ ഒരു വർഷം നികുതി ഇനത്തിൽ പോകേണ്ടിയിരുന്ന ശ്രീ സന്തോഷ് വർമ്മയ്ക്ക് അത് ഒരു കോള് എന്ന് തന്നെ പറയാം. അത് പാവപ്പെട്ട മനുഷ്യർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ ചെലവഴിക്കണം എന്ന വിനീതമായ അഭ്യർത്ഥനയാണ് പൊതുവേദിക്ക് നടത്താനുള്ളത്. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ വിളിക്കുന്നത് സതീഷ് തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ സതീഷേ? അതെ. ശ്രീ സതീഷിന് എന്ത് തോന്നുന്നു? ബജറ്റ് പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ കിട്ടിയോ സതീഷ്? ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും സാറേ. കാരണം നമ്മുടെ ഒരു സ്റ്റേറ്റ്, നമ്മുടെ ഒരു പർട്ടിക്കുലർ ആയിട്ട് നമ്മൾ ഒരു സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യല്ല. അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെ ഇപ്പൊ ബീഹാറിനെ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെ വളരെ താഴ്ന്നു നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ബീഹാർ, ബംഗാള്, അങ്ങനെ കുറച്ച് സ്റ്റേറ്റുകളുണ്ട്. നമ്മുടെ കേരളം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ നമ്മൾ റിച്ച് ആണ്. ബീഹാറിന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അത് പർട്ടിക്കുലർ വിഷമിക്കേണ്ട കാര്യമില്ല. പാവപ്പെട്ട മനുഷ്യർക്ക് കുറച്ച് എന്തെങ്കിലും കിട്ടിക്കോട്ടെ രാജ്യം എന്ന നിലയിൽ നമ്മൾ. ഓഫ് കോഴ്സ്. പിന്നെ നികുതിയുടെ കാര്യം പറഞ്ഞപ്പോ അത് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മിഡിൽ ക്ലാസ് മേലെയുള്ളവർക്ക് അതൊരു ആശ്വാസമാണ്. പക്ഷെ സാധാരണക്കാർക്ക് കുറച്ചുകൂടി ആവായിരുന്നു. എന്നാലും ഇറ്റ്സ് എ ഗുഡ് ബഡ്ജറ്റ്, അത്രേ ഉള്ളൂ. യെസ്, താങ്ക് യു സോ മച്ച്. മാബിൻ എന്നോട് പറയുന്നത് 2025 ബഡ്ജറ്റ് ഇസ് എ ഡിഫറെന്റ് സ്ട്രാറ്റജി ഫോർ 4.0 എന്നുള്ള. എനിക്ക് തോന്നുന്നു മോദി സർക്കാരിൻ്റെ അടുത്ത അധികാരത്തിൽ വരാനുള്ളതിനെ ആയിരിക്കാം ഈ 4.0 എന്ന് എഴുതിയിരിക്കുന്നത്. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് പെട്ടെന്ന് മടങ്ങിത്താം. ഷോർട്ട് ബ്രേക്ക്. ഒടുവിലിതാ ആ പ്രഖ്യാപനം വന്നിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം സാധാരണക്കാരായ ആളുകൾക്ക് അവന്റെ ജീവിത നിലവാരം ഉയരുന്ന തരത്തിലേക്കുള്ള സുപ്രധാനമായ പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ബജറ്റ് അവതരണത്തിൽ ഉണ്ടാകുന്നു. 12 ലക്ഷമാക്കി ഉയർത്തിയിരിക്കുന്നു ആദായ നികുതി സ്ലാബ്. അതായത് ഒരു വർഷം 12 ലക്ഷം രൂപ വരുമാനം നേടുന്ന വ്യക്തിക്ക് ഇനി മുതൽ നികുതി അടയ്ക്കേണ്ടതില്ല.
കണക്കാക്കുമ്പോൾ മാസം 1 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്ന വ്യക്തിക്ക് ഇനി മുതൽ നികുതി അടയ്ക്കേണ്ടതില്ല എന്ന വലിയ പ്രഖ്യാപനം ആണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളിൽ ഒന്നായിരുന്നു വ്യക്തിഗത ടാക്സ് എന്നത്. വ്യക്തിഗത പരിധി ആണ് ഇപ്പോൾ അത് 7 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷമാക്കി. ഒരു പക്ഷേ സാമ്പത്തിക നിരീക്ഷകർ ഒന്നടങ്കം വിലയിരുത്തിയിരുന്നത് 10 ലക്ഷം രൂപ വരെ ഉയർന്നേക്കാം, അതിനപ്പുറത്തേക്ക് കടക്കില്ല എന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെട്ടിരുന്നു. അതാണിപ്പോൾ ഞെട്ടിക്കുന്ന പ്രഖ്യാപനം എന്ന് തന്നെ പറയാം. 12 ലക്ഷം രൂപ വരെ ഒടുവിലിതാ ആ പ്രഖ്യാപനം വന്നിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം സാധാരണക്കാരായ ആളുകൾക്ക് അവന്റെ ജീവിത നിലവാരം ഉയരുന്ന തരത്തിലേക്കുള്ള സുപ്രധാനമായ പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ബജറ്റ് അവതരണത്തിൽ ഉണ്ടാകുന്നു. 12 ലക്ഷമാക്കി പൊതുവേദിയിലേക്ക് വീണ്ടും സ്വാഗതം. എന്നോടൊപ്പം രാമചന്ദ്രൻ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അതിനു മുൻപ് ചില പ്രതികരണങ്ങൾ കൂടി വന്നിരിക്കുന്നത്. അജന്തകുമാരിക്ക് ഇത് വല്ലാത്ത കഷ്ടമാണെന്നാണ് അവർ പറയുന്നത്. കേരളത്തിൻ്റെ ബജറ്റ്. ഹരിദാസ് പറയുന്നത് ഇടത്തരക്കാർക്ക് ലോട്ടറി എന്ന് നിങ്ങൾ പറയുന്നു. കേരളത്തിലെല്ലാം ഇടത്തരക്കാർ ആണ്, പിന്നെ എന്താ കുഴപ്പമെന്ന്. ഇടത്തരക്കാർ എന്ന് വെച്ചാൽ സാലറീഡ് ആയിട്ടുള്ള ഇടത്തരക്കാർ. അപ്പോൾ ചെറുകിട കച്ചവടം ചെയ്യുന്നവരും ഇടത്തരക്കാരുണ്ട്, ഇടത്തരം കർഷകരുണ്ട്, അങ്ങനെ ഇടത്തരക്കാർ പല മേഖലയിലുണ്ട്. ലോട്ടറി അടിച്ചിരിക്കുന്നത് സാലറീഡ് ക്ലാസ് ആയിട്ടുള്ള ഇടത്തരക്കാർക്കാണ്. ശമ്പളം അവർ ഇത് നികുതി അടയ്ക്കുന്നതിൽ അവർക്കൊരു ലാഭം ഉള്ള കാര്യത്തിൽ. അടുത്തത് ശ്രീരാമചന്ദ്രൻ. ശ്രീരാമചന്ദ്രൻ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്? കൃഷി. ഹലോ, കൃഷി മേഖലയിൽ കർഷകനാണ്. താങ്കൾ എങ്ങനെ ഈ ബജറ്റിനെ വിലയിരുത്തുന്നു? സാർ, ഇതൊരു ബഡ്ജറ്റാന്ന് പറയാൻ പറ്റില്ല സാർ. ഇത് നിർമ്മല സീതാരാമന്റെ സ്വകാര്യ സ്വത്തെടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്ന ഇനി പറയാ. ശരി. കേരളത്തില് മുമ്പ് ഒരിക്കല് പഞ്ചാബ് മോഡൽ പ്രസംഗം പറഞ്ഞു കേട്ടില്ലേ നിങ്ങള്? ബാലകൃഷ്ണ പിള്ളേരെ ആ നിലയിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്ന സ്ഥിതിയാണ് ഈ ബഡ്ജറ്റിന് പേര് പറയാതാണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഗോപിനാഥൻ എന്നൊരു പ്രേക്ഷകൻ എനിക്ക് എഴുതുന്നു, കേരള MP-മാർ പാർലമെന്റിൽ ബഹളം വെക്കാനും കൂവി തോൽപ്പിക്കാനും അല്ലേ പോകുന്നു, കേരള ജനതയ്ക്ക് വേണ്ടി വാദിക്കാൻ അവരാരും പോകുന്നില്ലല്ലോ എന്ന് പറയുന്നു. ബാബു ഫിലിപ്പ് പറയുന്നു, വാട്ട് എൽസ് ഇൻ കേരള ഡു യു നാറ്റ്, വി ഹാവ് ലോട്ടറി ആൻഡ് ലിക്കർ, ഗവൺമെന്റ് ഈസ് എക്സ്പോർട്ടിംഗ് ഹ്യൂമൻ ആൻഡ് ലെറ്റ് ദം സ്ട്രഗിൾ, വി വിൽ എൻജോയ് ഹിയർ എന്നാണ് ബാബു ഫിലിപ്പ് പറയുന്നത്. എൻ്റെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ഡേവിഡ് വിജയ് ആണ്, പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ ഡേവിഡ് വിജയ് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ ഡേവിഡ് വിജയ്, നമുക്കിന്ന് ഒരുപാട് പ്രേക്ഷകരുള്ളത് കൊണ്ടാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ ഡേവിഡ് വിജയ് എങ്ങനെയാണ് ബജറ്റിനെ കാണുന്നത്? ഞാൻ ബഡ്ജറ്റ് വിശദമായിട്ട് കേട്ടില്ല. അതിലൊരു മാരേജ് ഉള്ളതുകൊണ്ട് ആ ക്ഷീണത്തില് ജസ്റ്റ് അതുകൊണ്ട് അത്ര വലിയ അഭിപ്രായം പറയാൻ പറ്റില്ല. പക്ഷെ ഈ സാലറിയുടെ ആൾക്കാർക്ക് ഒരു റിഡക്ഷൻ കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് പൊക്കി കാണിക്കുന്നുണ്ട്. എത്ര ശതമാനം പേർക്കുണ്ടത് ഈ പറയുന്ന 1 lakh? ഇവിടെ കേരളത്തിൽ അതുമാതിരി ഹ്യൂജ് ഇൻഡസ്ട്രീസും കോർപ്പറേറ്റ്സും ഒക്കെ ഉണ്ടോ? അതുകൊണ്ട് അത്ര വലിയ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് രാഷ്ട്രീയം തന്നെ പറയേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ബീഹാറിന് പോയി കൊടുത്തു, അവിടെ കൊടുത്തു, ഇവിടെ അവർക്ക് MP ഒക്കെ ഉള്ളത്. കാരണം കാലങ്ങളായിട്ട് ഇപ്പൊ ഭരിക്കുന്ന ഗവൺമെന്റുമായിട്ട് എന്തെങ്കിലും റെപ്പോർട്ട് ഇല്ലെങ്കിൽ എന്തൊക്കെ ഫെഡറലിസം പറഞ്ഞാലും അവർ നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഇത് കുറച്ച് MP-മാരെങ്കിലും ആ ഭരണകക്ഷിയെ വേണോ അവര്. അപ്പൊ കുറച്ച് അവർക്കൊരു താല്പര്യം ഉണ്ടാവും. മുമ്പ് രാജഗോപാൽ സഹമന്ത്രിയായിരുന്നു, വേറെ എവിടെ പോയിട്ട് രാജ്യസഭയിൽ നിന്ന് ജയിച്ചത്. അന്ന് ആ വടകര ഭാഗത്തൊക്കെ 3-4 ഫ്ലൈ ഓവർ വന്നിരുന്നു. ഞാനത് സർവീസിലുണ്ടായിരുന്നു. സമയം ട്രാവൽ ചെയ്യാൻ എന്ത് ഡിഫിക്കൽട്ടായിരുന്നു. അവിടെയൊക്കെ ഗേറ്റ് അടച്ചിരുന്നു, ബംഗാളത്ത് ഇവിടെ. ആ ഗേറ്റ് ഒക്കെ പിന്നെ ഇപ്പൊ ഓവർ ബ്രിഡ്ജ് ആക്കി മാറ്റി. അങ്ങനെ അങ്ങനെ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയാനായിട്ട് ഒത്തിരി ഉണ്ട്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, ഏതായാലും വ്യക്തമാണ്. ചിലങ്ക മീഡിയ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പമുണ്ട്. ചിലങ്ക മീഡിയ, പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിക്കും ടൂറ് പോകാൻ കാശുണ്ട്, സ്കൂൾ ഭക്ഷണം വയ്ക്കുന്നവരുടെ ശമ്പളം മുടങ്ങി തരാൻ അവർക്ക് കാശില്ലെങ്കിൽ ഉച്ചഭക്ഷണം നിർത്തിവെച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത് മിനിസ്റ്റർ തൃശ്ശൂർ. ഓക്കെ, അത് ചോദിക്കുന്നത് മിനി റോയ് ആണ് അവരുടെ പേരെന്ന് ഞാൻ വിചാരിക്കുന്നത്. മിനി റോയ് ആണ് ചിലങ്ക മീഡിയ എന്ന പേരിൽ നമുക്ക് മെസ്സേജ് അയച്ചത്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു മിനി റോയ്. താങ്കളുടെ അഭിപ്രായം അധികാര ശ്രേണിയിലിരിക്കുന്നവർ കേൾക്കുന്നു എന്നാണ് ഞാനും വിചാരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പ്രേക്ഷകൻ മറ്റൊരു രാമചന്ദ്രനാണ്. ശ്രീ രാമചന്ദ്രൻ, കണ്ണൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്?
മേലൂർ. ശ്രീ രാമേന്ദ്രന് ഈ ബജറ്റിന് ഒറ്റ നോട്ടത്തിൽ എന്ത് പറയാനുണ്ട്? ബഡ്ജറ്റ് വിശദാംശങ്ങൾ പുറത്തു വരാത്ത സ്ഥിതിക്ക് നമുക്ക് പറയാൻ സാധ്യമല്ല. എങ്കിലും എന്റേതായ ഒരു അഭിപ്രായം ഇതുവരെ കേട്ട സ്ഥിതിക്ക് പറയാമെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ബഡ്ജറ്റ് ഒരു സുപ്രഭാതത്തിൽ വരുന്നതല്ല. അതിനൊരു നടപടിക്രമം, പ്രോസസ്സിംഗ്, അതൊരു ദീർഘകാലമായിട്ട് അതിന്റെ ഒരു ടൈം ഉണ്ട്. ആ ടൈം വേളകളിലൊന്നും നമ്മുടെ ഭാഗത്തു നിന്ന് പ്രതികരണമോ ഒരു ഹോംവർക്കുകളോ അതുപോലെ തന്നെ അതിനുവേണ്ടി നമ്മുടെ എംപിമാരെ എങ്ങനെ കൂട്ടി യോജിപ്പിച്ച് നമ്മുടെ ആവശ്യങ്ങൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തണം, ധനകാര്യ സ്ഥാപനത്തെ അതൊക്കെ ചെയ്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊക്കെ കൃത്യമായി ബജറ്റിൽ പ്രപ്പോസൽ അയച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേക പാക്കേജിന്റെ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. മുണ്ടക്കൈ ചൂരൽമലയ്ക്ക് വേണ്ടി നമ്മൾ കുറെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒന്നും ചെയ്തില്ലെന്നല്ല, നമ്മൾക്ക് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ബഡ്ജറ്റിൽ നമ്മുടെ ബജറ്റ് പ്രപ്പോസൽ നമ്മൾ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് കേരളത്തിലെ എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ പ്രപ്പോസൽ അയക്കുമല്ലോ. കേരളം ബജറ്റ് പ്രപ്പോസൽ അയച്ചെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും വളരെ നന്ദി. താങ്കളുടെ അഭിപ്രായം. സമയം പരിമിതി കൊണ്ടാണ്. ചന്ദ്രൻ നായർ വിളിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. ശ്രീ ചന്ദ്രൻ നായർ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾ എങ്ങനെ കാണുന്നു ഈ ബജറ്റിനെ? വളരെ ചുരുങ്ങിയ വാക്കിൽ ഞാൻ സാധാരണ പറയാറുള്ളൂ സാർ, മരുന്നിന് വില കുറയും, പ്ലാസ്റ്റിക്കിന് വില കൂടും. സാർ, ഇത് രണ്ടും എന്ന് വെച്ചാൽ സാധാരണക്കാരനെ സംബന്ധിച്ചോളം കുറച്ച് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. മരുന്നിന് വില കുറയും എന്ന് പറയുമ്പോൾ പിന്നെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ വയനാടിന്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദുഃഖമുണ്ട്, വളരെ ദുഃഖമുണ്ട് സാർ. കഴിഞ്ഞു. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സുരേഷ് GS എന്നോട് ചോദിക്കുന്നത് 20,000 രൂപ സാലറി വാങ്ങുന്നവർ ഏത് തട്ടിൽ പെടുന്ന? അവർ നികുതി അടയ്ക്കാത്തവരുടെ തട്ടിൽ തന്നെയാണ് പെടുന്നത്. അവർക്ക് നികുതി കുറയ്ക്കാൻ കഴിയില്ല, കാരണം അവർക്ക് നികുതി ഇല്ല. അപ്പോൾ നികുതി ഉള്ളവരുടെ നികുതിയാണ് കുറച്ചിരിക്കുന്നത്. അപ്പോൾ നികുതി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നികുതി ഇല്ല. അവർക്ക് പിന്നെ ശമ്പളം കൂട്ടാനായിട്ടുള്ള വഴിയുണ്ടോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ അത് ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത നമ്മുടെ പ്രേക്ഷകൻ സജികുമാർ. ഹലോ സാർ. സജികുമാർ കൊല്ലത്തല്ലേ വിളിക്കുന്നത്? കൊല്ലം ചടയമംഗലത്ത് സാർ. ഞാൻ ആദ്യമായിട്ടാണ് പൊതുവേദിയിൽ വിളിക്കുന്നത്. വെരി ഗുഡ്. ഏതായാലും പൊതുവേദിയിൽ ഒരു പുതുമുഖം എത്തുമ്പോൾ നമ്മൾ വലിയ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത്. ഏതായാലും പൊതുവേദി കാണുന്നു, നമ്മളെ വിളിക്കാൻ തോന്നിയതിൽ സന്തോഷം. കാണുന്നുണ്ട് ഞാൻ. സാറേ, പിന്നെ ഞാൻ ഒരു അഭിപ്രായം പറയട്ടെ. ഇന്നത്തെ ബഡ്ജറ്റ് ഗുഡ് ബഡ്ജറ്റാണ്. സാധാരണക്കാരനും കൃഷിക്കാരനൊക്കെ നമ്മുടെ കേരളം മാത്രം നോക്കിയാൽ പോരല്ലോ, ഇന്ത്യ എന്നുള്ള രാജ്യം നോക്കണ്ടേ. അപ്പോഴേ കൃഷിക്കാർക്കും കർഷകർക്കും പിന്നെ മധ്യവർഗ ജോലിക്കാർക്കും എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു ബഡ്ജറ്റാണ്. പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് 10-20 MPമാര് അങ്ങോട്ട് പോകുന്നുണ്ട്. അവരെല്ലാം കൂടി വാങ്ങിച്ച് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ടെന്നാണ്. നമുക്ക് ഇന്ന് സമയമില്ലാത്തൊരു ദിവസമാണ് സജിമോൻ വിളിച്ച്. ഏതായാലും മറ്റൊരു ദിവസം നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഷമീം എന്നല്ല പേര് പറഞ്ഞ് ദുബായിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ഷമീൻ കേൾക്കാമോ? ഷമീൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? പൊതുവേദിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, പ്രവാസികളുടെ നമ്മളുടെ ഒരു ഹൃദയമാണ് പ്രവാസികൾ. അവരെ വിളിക്കുമ്പോൾ നമ്മൾ അത്യധികം സന്തോഷിക്കുകയാണ്. ശ്രീ ഷമീം അവിടെ ഇരുന്ന് ഈ വിഷയങ്ങളൊക്കെ നോക്കുന്നു എന്നത് സന്തോഷം. എങ്ങനെയാണ് പ്രവാസികളൊക്കെ ബഡ്ജറ്റിനോട് ദുബായിലുള്ള കൂട്ടുകാരൊക്കെ എന്താ പറയുന്നത് ഷമീം? വളരെ നല്ല ബഡ്ജറ്റാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന അഴിമതി തുടച്ചു നീക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഇപ്പോ നമുക്ക് കൂടുതൽ കരുതൽ മൂലധനം വെച്ച് പിന്നെ എന്താ പറയാ പൊതുവിപണിയിൽ പല കാര്യങ്ങളും നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാ സംസ്ഥാനങ്ങൾക്കും പലിശരഹിത വായ്പ എന്നുള്ള ഒരു ഇതുണ്ട്. അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും. ബീഹാറിന് കുറെ കോരിക്കൊടുത്തു, അങ്ങനെയല്ല. 1.5 ലക്ഷം കോടി രൂപ പലിശരഹിത വായ്പയ്ക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വാങ്ങിക്കാം. അത് എങ്ങനെ അവർ സംസ്ഥാനങ്ങൾ ചിലവഴിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. വളരെ വ്യക്തമാണ്. ഏതായാലും അവിടുന്ന് വിളിച്ചതും അഭിപ്രായം പങ്കുവച്ചതിലും വളരെയധികം സന്തോഷം. മധു എന്നൊരു പ്രേക്ഷകൻ ചേരുന്നത് പാലക്കാട് നിന്നാണ്. മധു, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ മധുവിലേക്ക് മടങ്ങി വരാം. എന്നോടൊപ്പം ഏലിയാസും ചേരുന്നുണ്ട്. ശ്രീ ഏലിയാസ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾ എങ്ങനെയാണ് ഈ ബഡ്ജറ്റിനെ വിലയിരുത്തുന്നത്? ബഡ്ജറ്റ് ഒന്നും കുഴപ്പമില്ല സാറേ, നല്ലത് തന്നെ. ഓക്കെ. പിന്നെ സാറേ ഒരൊറ്റ കാര്യം. സാറിനോട് ഞാൻ എന്റെ പെൻഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സാറ് മറന്നുപോയോ? ഇല്ല, നമുക്ക് അതൊരു വിഷയം ചർച്ച ചെയ്യണമെന്നല്ലേ പറഞ്ഞു. നമുക്ക് ചെയ്യാം. ഓക്കെ, ചെയ്യണം സാറേ. നമുക്കത് കൊടുക്കാം. ഓക്കെ,
ഇന്ന് നമ്മൾ ഈ ബജറ്റിൻ്റെ ഒരു ഇതിൽ പെട്ടുപോയതുകൊണ്ടാണ് താങ്കളുടെ വിഷയം ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ. യെസ്, ബിനോയ് വിഷ്ണു പറയുന്നത് കേന്ദ്ര സർക്കാർ അനുവദിച്ച സംസ്ഥാന സർക്കാരിന് നൽകിയ MSME സബ്സിഡി തുക കഴിഞ്ഞ 3 വർഷമായി വിതരണം ചെയ്യാതെ വ്യവസായ വകുപ്പ് കേരളത്തിലെ MSME സംരംഭകരെ പറ്റിക്കുകയാണല്ലോ എന്ന് ബിനോയ് വിഷ്ണു പറയുന്നു. ബിനോയ് വിഷ്ണു ആ പറഞ്ഞത് ഒന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. അങ്ങനെയെങ്കിൽ അത് വലിയൊരു തെറ്റാണ്. സംസ്ഥാന സർക്കാർ ഈ സബ്സിഡി കഴിഞ്ഞ് 3 വർഷമായി വിതരണം ചെയ്യാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യാനുള്ള നടപടി ആണ് സ്വീകരിക്കേണ്ടത്. ഇത് അധികാര കേന്ദ്രങ്ങൾ കേൾക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം MSME നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. നിരവധി സംരംഭകരും തൊഴിൽ ദാതാക്കളും തൊഴിലാളികളുമൊക്കെ ആയി നിരവധി ആളുകളുള്ള ഒരു മേഖലയാണ്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത പ്രേക്ഷകൻ ചേരുന്നത് ബിജോയ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ബിജോയ്, ഇന്ന് ഈ ബജറ്റിനെ എങ്ങനെ വിലയിരുത്തും? നമുക്ക് ഇന്ന് ഒട്ടും സമയമില്ലാത്തത് കൊണ്ടാണ്, ദയവായി ക്ഷമിക്കണം. ഒരു ഫെഡറൽ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കേരളത്തിന് നിരാശ മാത്രമാണ് ഈ ബജറ്റ് നൽകുന്നത്. കേരളമൊന്നും മാത്രമല്ല, ദക്ഷിണേന്ത്യയിലുള്ള സംസ്ഥാനങ്ങളെ തന്നെ കേന്ദ്ര ധനകാര്യമന്ത്രി മറന്നുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് വയനാട് വന്ന് വളരെയധികം ഷോ കാണിച്ചു പോയ മോദിജി അവിടെ മരിച്ചു മണ്ണടിഞ്ഞവരെ പാടെ മറന്ന് പോയ പ്രതികരണമാണ് താങ്കൾക്കുള്ളത്. യെസ്, വ്യക്തമാണ്. വൈഭവ് ചേരുന്നത് എറണാകുളത്ത് നിന്നാണ് അല്ലേ വൈഭവ്? അതെ സാർ. ഹായ്. ശ്രീ വൈഭവ് എന്ത് ചെയ്യുന്നു? സാർ ഞാൻ ദുബായിൽ വർക്ക് ചെയ്തോണ്ട്. വെരി ഗുഡ്. ഇപ്പൊ ദുബായിൽ നിന്നാണോ വിളിക്കുന്നത്? അല്ല, ഞാൻ നാട്ടിൽ വന്നു. അതെ, ഞങ്ങൾക്ക് ഈ പൊതുവേദിയിൽ പ്രവാസികൾ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ പോലെയാണ്. കാരണം നമ്മുടെ നാട്ടിനെ കുറിച്ച് അവർ ഞങ്ങളോട് പറയുമ്പോൾ അത് കേൾക്കണം, മറ്റാളുകൾ കേൾക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കും. കാരണം മറ്റൊരു സ്ഥലത്ത് നിന്ന് അവർ കഷ്ടപ്പെട്ട് ആ നാടിൻ്റെ യാഥാർത്ഥ്യങ്ങളും അനുഭവങ്ങളും വെച്ചുകൊണ്ടാണ് അവർ ഈ നാടിൻ്റെ മാറ്റത്തിന് വേണ്ടി കൊതിക്കുന്നത്. അപ്പോൾ വൈഭവിന് സന്തോഷം പൊതുവേദിയിലേക്ക് വിളിച്ചതിന് അഭിപ്രായം പങ്കുവയ്ക്കാൻ തയ്യാറായതിന്. വൈഭവ് എങ്ങനെയാണ് ഈ ബജറ്റിനെ കാണുന്നത്? സാർ, എന്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു ബഡ്ജറ്റ് ആയിട്ടാണ് കാണുന്നത്. കാരണം പൊതുവെ എല്ലാവരും എപ്പോഴും ഏതൊരു ബഡ്ജറ്റ് ഇറങ്ങിയാലും മിഡിൽ ക്ലാസ്സിന് ഒന്നും ചെയ്യാത്തൊരു ടൈപ്പ് ആയിട്ടുള്ള ബഡ്ജറ്റ് ആയിരുന്നു. കാരണം നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ആ ഒരു ടാക്സ് വരുമ്പോ തന്നെ ടാക്സ് അടക്കണം, രാജ്യത്തിന് നല്ലതാണ്. പക്ഷെ എന്നാലും നമ്മളൊരു സാധാരണക്കാരുടെ ഒരു കണ്ണില് ടാക്സ് അടയ്ക്കുക എന്ന് പറയുമ്പോ ഒരു വിഷമമാണ്. പക്ഷെ ഇത്തവണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ്സിന് പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രാഷ്ട്രീയം ആൾക്കാർ സ്ഥിരം പറയുന്നത്, കാരണം ഇത്രയും നാളും മിഡിൽ ക്ലാസ്സിനൊന്നും ചെയ്തില്ല എന്നായിരുന്നു. ഇത്തവണ നല്ലൊരു വമ്പൻ ബഡ്ജറ്റായിട്ട് എത്രയോ ചെറുപ്പക്കാർ എന്നെ പോലുള്ള ആൾക്കാരും ഈ ഒരു ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഇതായിട്ടാണ് കാണുന്നത്. കാരണം നമുക്ക് കിട്ടുന്ന സാലറി നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സാധനങ്ങൾ വാങ്ങിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. വൈഭവിന്റെ അഭിപ്രായത്തോട് ഞാനും യോജിക്കുകയാണ്. കാരണം ഒരുപാട് ചെറുപ്പക്കാർക്ക് ഇത് ഗുണം ചെയ്യുന്നു. അത് വൈഭവിനെ പോലുള്ള നല്ല ശമ്പളം പറ്റുന്ന ആളുകൾക്കും ഒക്കെ നല്ലതാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. രഘു 2001 കേരള MP-മാരുടെ കാര്യം ആലോചിച്ച് കരയുകയാണ്. കേരള MP-മാർ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എന്ന ആക്ഷേപം അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ വിഷയം ഞങ്ങൾ പ്രേക്ഷകർക്കും മുന്നിലും വെച്ചിരുന്നു ചർച്ചയ്ക്കായി. കേരളത്തിന് നിരാശയാണോ ബഡ്ജറ്റിൽ നിന്ന് ഉണ്ടായത്? കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചോ എന്ന ചോദ്യം ഞങ്ങൾ ഉന്നയിച്ചു. അതിൽ 61% ആളുകൾ കേരളത്തെ അവഗണിച്ചു എന്ന നിലപാടാണ്. അതേസമയം 39% ആളുകൾ അതിനെ ഒരു അവഗണനയായി കണക്കാക്കേണ്ടതില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു സുപ്രധാന വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.